آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين. أعوذ بالله من الشيطان الرجيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ربنا زدنا علما نافعا رزقا طيبا وعملا متقبلا آمين يا رب العالمين. اللهم صل على محمد وعلى آل محمد. അൽഹംദുലില്ലാ. സൂറത്തുൽ ഫുസ്സിലത്തിലെ 36-ാമത്തെ ആയത്ത് വരെയാണ് നമ്മൾ എടുത്തു വെച്ചത്. അത് നമ്മളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നമ്മളെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹം ക്ഷമ കൈക്കൊള്ളുന്നവർക്കല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള അനുഗ്രഹം കിട്ടുകയില്ല എന്നുള്ളതാണ്. ഇത് നമുക്ക് വമ്പിച്ച ഭാഗ്യമുള്ളവനല്ലാതെ അതിനുള്ള അനുഗ്രഹം നൽകപ്പെടുകയുമില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുഗ്രഹം ഇറക്കുന്നതിന് മുമ്പായിട്ട് നമ്മളൊന്ന് പരീക്ഷിക്കും. ജീവിതത്തിൽ പരീക്ഷണങ്ങൾക്ക് നേരിട്ടവരായിരിക്കും നമ്മളെല്ലാവരും. ആ പരീക്ഷണം വരുന്നതിന്റെ ആ ഒരു അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മാത്രമേ ഇത്രയും വലിയ പരീക്ഷണമുള്ളൂ എന്ന് നമ്മൾ വിചാരിക്കും. നമ്മുടെ മനസ്സിൽ എനിക്ക് മാത്രമാണ് ദുനിയാവില് ഇത്രയും വലിയ പരീക്ഷണമുള്ള, ഇന്റെ അത്ര പരീക്ഷിക്കപ്പെട്ട വേറൊരാളില്ല എന്നുള്ള ഒരു ലെവലില് നമ്മള് എത്തും. നമ്മൾ അള്ളാന്ന് വിളിച്ചിട്ട് ഇനി എനിക്ക് സുജൂദിന്ന് നീക്കണ്ട എന്ന് പറയുന്ന രീതിയിൽ നമ്മുടെ പരീക്ഷണം അത്രയും കഠിനമായിട്ട് നമുക്ക് വരും. അത് ആ പരീക്ഷണത്തിന്റെ ആ അവസ്ഥയില് നമ്മളെ കാണിക്കുന്ന ക്ഷമ ഉണ്ടല്ലോ, അതാണ് ക്ഷമ. ആ ക്ഷമയിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്ന മഅൽ ഇസ്രി ഇസ്ര എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു പ്രയാസത്തിന്റെ കൂടെ തന്നെയാണ് അനുഗ്രഹം. രണ്ട് പ്രാവശ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു പ്രയാസം കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മളെ രണ്ട് അനുഗ്രഹങ്ങൾ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ തൃപ്തിപ്പെടുത്തും എന്നാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ പരീക്ഷണങ്ങൾ വന്നവർക്ക് മനസ്സിലാവുന്നുണ്ടാവും. അവർക്ക് വന്ന പരീക്ഷണത്തിന് ശേഷം വന്ന അനുഗ്രഹത്തെ എണ്ണി നോക്കിയാൽ നിങ്ങൾക്ക് രണ്ടിൽ കൂടുതൽ അനുഗ്രഹങ്ങൾ അതിന്റെ ശേഷം വന്നതായിട്ട് നിങ്ങൾക്ക് തൊട്ട് കാണിക്കാവുന്ന, മറ്റൊരാൾക്ക് നോക്കിക്കാണാവുന്ന തരത്തിൽ രണ്ട് അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിരിക്കും. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്ത വാഗ്ദാനമാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ക്ഷമ കൈക്കൊണ്ടവർക്കല്ലാതെ ആ അനുഗ്രഹം കിട്ടൂല. ഓക്കെ, ക്ഷമ കിട്ടിയവർക്ക് മാത്രമേ ആ അനുഗ്രഹം കിട്ടുള്ളൂ. ക്ഷമയില്ലാതെ പൊറുതികേട് കാണിച്ചവർക്ക് ആ പരീക്ഷണം ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ആ പരീക്ഷണം സ്റ്റോപ്പ് ആവില്ല. അവരിങ്ങനെ ഒന്ന് കഴിഞ്ഞ് വേറൊന്ന് കഴിഞ്ഞ് വേറൊന്ന് അങ്ങനെ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കും. എന്നാല് ക്ഷമ കാണിച്ച് അത്രയും സബറിൽ നിന്ന ഒരാൾക്ക് ആ പരീക്ഷണത്തിൽ നിന്ന് അവന് പുറത്ത് കടക്കുക തന്നെ ചെയ്യും. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ വാഗ്ദാനമാണ്. പിശാചിൽ നിന്നുള്ള വല്ല ദുഷ്പ്രേരണയും നിന്നെ വ്യതിചലിപ്പിച്ച് കളയുന്ന പക്ഷം അള്ളാഹുവോട് നീ ശരണം തേടിക്കൊള്ളുക. അള്ളാഹിനോട് ഇങ്ങനെ ശരണം തേടുക, ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. എന്തൊരു പ്രശ്നം, എന്തൊരു പ്രയാസം, എന്തൊരു ഇബ്ലീസിന്റെ ഷർറ് നമ്മളെ മുന്നിൽ വന്ന് നിൽക്കുകയാണെങ്കിലും, ഈവൻ നമ്മുടെ ഭർത്താക്കന്മാര് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ മക്കള് ഒക്കെ നമ്മളെ എന്തെങ്കിലും തരത്തിൽ നമ്മൾ പ്രയാസപ്പെടുത്തുകയാണെങ്കിൽ നമ്മൾ ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നാ പറയേണ്ടത്. കാരണം അത് പിശാചിന്റെ ദുഷ്പ്രേരണ നമ്മളെ നേരിട്ട് ബാധിക്കാത്തത് കൊണ്ട് നമ്മളെ മുന്നിലേക്ക് നമ്മളെ കുടുംബങ്ങളായിട്ട് അവരുടെ വെയിനിൽ കൂടി പിശാച് നടന്നിട്ട് സംസാരിപ്പിക്കുന്നതും ചെയ്യിപ്പിക്കുന്നതും ഒക്കെയാണ്. അപ്പൊ നമ്മൾ ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നാ പറയേണ്ടത്. കാരണം നമ്മുടെ രക്തത്തിൽ കൂടി പിശാച് ഓടുന്നുണ്ട് എന്നാ പറയുന്നത്. നമ്മുടെ രക്തത്തിൽ കൂടി പോലും പിശാച് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പിശാചിന്റെ ഷർറ് വരുന്ന രീതി നമുക്ക് ഊഹിക്കാൻ പോലും പറ്റൂല. നമ്മൾ വിചാരിക്കും പിശാച് എന്ന് പറഞ്ഞാൽ നേരിട്ട് ഇങ്ങോട്ട് വന്നിട്ട് നമ്മളെ എന്തെങ്കിലും കാണിക്കുകയാണെന്നല്ല. പിശാച് എന്ന് പറയുന്നത് നമ്മുടെ കുടുംബങ്ങളിലൂടെയും നമ്മുടെ ബന്ധുക്കളിലൂടെയും നമ്മുടെ ചുറ്റുപാടുകളിലൂടെ ഒക്കെ നേരിട്ട് അല്ലാതെ തന്നെ നമ്മളെ കുടുംബങ്ങളായിട്ടൊക്കെ നമ്മളെ മുന്നിൽ വന്നിട്ട് നമ്മളെ ദുഷ്പ്രേരണ നടത്തും. ഇതാണ് പിശാചിൽ നിന്നുള്ള പ്രയാസം. അത് പിന്നെ അല്ലാതെ ജിന്നിന്റെ ഉപദ്രവം, ഇതിന്റെ ഉപദ്രവം അതൊന്നുമല്ല. നമുക്ക് ചുറ്റുമുള്ള ആളുകളിൽ നിന്ന് തന്നെ നമുക്ക് പ്രയാസങ്ങൾ അനുഭവപ്പെടാൻ തുടങ്ങും. അതാണ് പിശാചിന്റെ ദുഷ്പ്രേരണ എന്ന് പറയുന്നത്. അതിനാണ് നമ്മൾ റുക്കിയ ചെയ്യുന്നതും ഇതാക്കുന്നതും ഒക്കെ അതുകൊണ്ടാണ്. കുടുംബ ബന്ധങ്ങളിൽ പ്രയാസങ്ങൾ ഉണ്ടാവുമ്പം, കുടുംബ ബന്ധങ്ങളിൽ വിള്ളിച്ചകൾ ഉണ്ടാവുമ്പം, അന്യോന്യം പരസ്പരം ശത്രുക്കളെ പോലെ ആകുമ്പം ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മള് റുക്കിയ കൊണ്ട് അതിന് സംരക്ഷണം തേടിക്കൊള്ളുക. ഓക്കെ, അള്ളാഹുവോട് നിങ്ങൾ ശരണം തേടിക്കൊള്ളുക. അതൊക്കെ അതിൽ പെട്ടതാണ്. ഓക്കെ, തീർച്ചയായും അവൻ തന്നെയാകുന്ന എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനും. അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതെത്രേ രാവും പകലും സൂര്യനും ചന്ദ്രനും. സൂര്യനോ ചന്ദ്രനോ നിങ്ങൾ പ്രണാമം ചെയ്യരുത്. അവയെ സൃഷ്ടിച്ചവനായ അള്ളാഹുവിന് നിങ്ങൾ പ്രണാമം ചെയ്യുക, നിങ്ങൾ അവനെയാണ് ആരാധിക്കുന്നതെങ്കിൽ. സൂര്യനും ചന്ദ്രനൊക്കെ എന്താണ്? അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ മാത്രമാണ്. ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയൊരു ഫിത്ന എന്ന് പറയുന്നത് ജനങ്ങളെ മുഴുവനും
പിന്നെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രപഞ്ച ശക്തിക്ക് നന്ദി, പ്രപഞ്ചത്തിന് നന്ദി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പിന്നെ നിങ്ങളൊക്കെ പല ഇതിലും കണ്ടിട്ടുണ്ടാവും. പല ആളുകളും പെട്ടെന്ന് കാര്യം നേടുന്നു, പിന്നെ എല്ലാതും വിജയിക്കുന്നു, പ്രപഞ്ചത്തിന് നന്ദി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അതൊക്കെ പിശാചിന്റെ ദുഷ്പ്രേരണയിൽ നിന്ന് സംഭവിക്കുന്നതാണ്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നന്ദി കാണിച്ചിട്ടുണ്ടെങ്കിൽ അവനിക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതും കൂടി അതിൽ കൂട്ടിച്ചേർത്തിട്ട് ഈ അവര് പ്രപഞ്ചത്തിന് നന്ദി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പിന്നെ നന്ദി കാണിക്കുന്നവർക്ക് കൂട്ടിക്കൊടുക്കും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ അതാണ് സത്യത്തിൽ നടക്കുന്നത്. പക്ഷെ മറ്റേ പിശാച് എന്താ ചെയ്യുന്നത്, അതിന്റെ കൂടെ വേറെ ഒന്നും കൂടി കൂട്ടിച്ചേർത്തിട്ട് അവരെ വഴികേടിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ആ ഒരു സ്ഥലത്ത് നമ്മൾ കെയർഫുൾ ആവണം. അതെന്താണ്, അത് ബോർഡർ ലെവലാണ്. ആ ബോർഡർ ലെവലിൽ അത് നമുക്ക് വഴി തെറ്റാന് ഒരു ഈസി പ്രോസസ്സാണത്. പക്ഷെ നമ്മൾ ആ നന്ദി കാണിക്കുക എന്നുള്ള ആ ഒരു ലെവലിൽ നിർത്തിയിട്ട് നമ്മൾ നന്ദിയോട് കൂടിയിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് വർദ്ധിക്കും. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളും നമുക്ക് വർദ്ധിക്കും. നമുക്ക് അനുഗ്രഹങ്ങൾ തേടി വരും. നമ്മുടെ ഇണയോടുള്ളത് നമ്മൾ നന്ദി കാണിച്ചാൽ നമുക്ക് ഇണയുടെ സ്നേഹവും അവരുമായിട്ടുള്ള ബന്ധവും ഒക്കെ വർദ്ധിക്കും. മക്കളെ ലഭിച്ചതിന് നമ്മൾ നന്ദി കാണിച്ചാൽ മക്കളിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ അത് വർദ്ധിക്കും. സമ്പത്ത് ലഭിച്ചതിന് നമ്മൾ നന്ദി കാണിച്ചാൽ സമ്പത്തിൽ വർധനവുണ്ടാവും. നമ്മുടെ ആരോഗ്യത്തിന് നമ്മൾ നന്ദി കാണിച്ചാൽ ആരോഗ്യം എപ്പോഴും നിലനിൽക്കും. ഇതാണ് സത്യം. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കി നമ്മൾ ജീവിച്ചാല് നമുക്ക് വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. ഇപ്പൊ രാവും പകലും അതുപോലെ തന്നെ സൂര്യനും ചന്ദ്രനും ഇതൊന്നും അള്ളാഹ്ക്ക് ബദലല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അത് നമുക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പം അത് പ്രപഞ്ചം നൽകിയതാണ് അനുഗ്രഹം എന്ന് വിചാരിക്കുന്ന ഒരു കൗമിന്ന് വളർന്നു വരുന്നുണ്ട് നമുക്ക് ചുറ്റും. അപ്പം അത് ഇബ്ലീസാണ്. അത് അതിന്റെ പകുതി വരെ ശരിയാണ്, അതിന്റെ ബാക്കി പകുതി എന്താണ്, അവിടെ ഇബ്ലീസ് കയറി കളിച്ചതാണ്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനത്തെ ഒക്കെ ലെവലിലേക്ക് പോകുമ്പോൾ ബോർഡർ ലെവലാണെന്നത് മനസ്സിലാക്കുക. അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴും ഒക്കെ നമ്മൾ അതിനെ തിരുത്താൻ പരിശ്രമിക്കുക. ഓക്കെ. ഇപ്പൊ പ്രപഞ്ചം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിപ്പ് മാത്രമാണ്. ഓക്കെ. ആ സൃഷ്ടിപ്പിനെ നമ്മൾ ആരാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ശിർക്ക് ചെയ്തവരുടെ കൂട്ടത്തിൽപ്പെടും. നമ്മൾ അറിയാതെ തന്നെ അത് ശിർക്കിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ. ഇനി അവൻ അഹംഭാവം നടിക്കുകയാണെങ്കിൽ നിന്റെ രക്ഷിതാവിന്റെ അടുക്കലുള്ളവർ മലക്കുകൾ രാവും പകലും അവനെ പ്രകീർത്തിക്കുന്നുണ്ട്, അവർക്ക് മടുപ്പ് തോന്നുകയില്ല. ഓക്കെ. കാരണം നമ്മൾ അള്ളാനെ ഇബാദത്ത് ചെയ്യാതെ അല്ലെങ്കിൽ അള്ളാനെ പ്രകീർത്തിച്ചിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് അള്ളാഹ്ക്കൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. കാരണം അള്ളാനെ പ്രകീർത്തിക്കാൻ ആരുണ്ട്? മലക്കുകളുണ്ട്. ഓക്കെ. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മുടെ ആവശ്യമാണ് അള്ളാനെ പ്രകീർത്തിക്കുക എന്ന് പറയുന്നത്. രാവിലെയും വൈകുന്നേരവും നമ്മള് അദ്കാറുകൾ ചെല്ലുന്നതും ഇതൊക്കെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഒന്നും നഷ്ടപ്പെടാനൊന്നുമില്ല. അവനെ ആരാധിക്കാനും അവനെ പ്രകീർത്തിക്കാനും അവൻക്ക് പിന്നെ തസ്ബീഹ് ചൊല്ലാനും മലക്കുകൾ മുഴുവനും ഉണ്ട്. മലക്കുകളും മറ്റുള്ള ജീവജാലങ്ങളും ഒക്കെ പ്രകീർത്തിക്കുന്നുണ്ട്. ഈവൻ പറവകൾ പോലും അള്ളാഹ്ക്ക് തസ്ബീഹ് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അള്ളാഹു. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കാണ് ആവശ്യം. അതുകൊണ്ട് നമ്മൾ അഹങ്കാരം കാണിച്ച് പിന്തിരിയുകയാണെങ്കിൽ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ വേറൊരു കൂട്ടരുണ്ട്. അതുകൊണ്ട് അള്ളാഹ്ക്ക് അവർക്കാണെങ്കിലോ മടുപ്പ് തോന്നൂല്ല. നമുക്കാണ് മടുപ്പ് തോന്നുന്നത്. നമ്മൾ കുറച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതൊക്കെ ഭയങ്കരമായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ചെയ്തതായിട്ട് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ അതൊക്കെ അള്ളാന്റെ മുമ്പിൽ എന്തില്ല, ഒരു വലിപ്പവും ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മലക്കുകൾക്ക് ഒരു മടുപ്പും തോന്നാതെ അവർ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുന്നുണ്ട്. നീ ഭൂമിയെ വരണ്ടുണങ്ങിയതായി കാണുന്നു, എന്നിട്ട് അതിൽ നാം വെള്ളം വർഷിച്ചാൽ അതിൽ ചലനം ഉണ്ടാവുകയും അത് വളരുകയും ചെയ്യുന്നു. ഇതും അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതത്രേ. അതിന് ജീവൻ നൽകിയവൻ തീർച്ചയായും മരിച്ചവർക്കും ജീവൻ നൽകുന്നവനാകുന്നു. തീർച്ചയായും അവൻ ഏത് കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. നമ്മുടെ ദൃഷ്ടാന്തങ്ങളുടെ നേരെ വക്രത കാണിക്കുന്നവരാരോ അവർ നമ്മുടെ ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞു പോവുകയില്ല തീർച്ച. അപ്പോൾ നരകത്തിൽ എറിയപ്പെടുന്നവനാണോ ഉത്തമൻ, അതല്ല ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളെ നിർഭയനായിട്ട് വരുന്നവനോ? നിങ്ങൾ ഉദ്ദേശിച്ച് നിങ്ങൾ ചെയ്തു കൊള്ളുക, തീർച്ചയായും അവൻ നിങ്ങൾ പ്രവർത്തിക്കുന്നത് കണ്ടറിയുന്നവനാകുന്നു. തീർച്ചയായും ഈ ഉത്ബോധനം തങ്ങൾക്ക് വന്നു കിട്ടിയപ്പോൾ അതിൽ അവിശ്വസിച്ചവർ നഷ്ടം പറ്റിയവർ തന്നെ. തീർച്ചയായും അത് പ്രതാപമുള്ള ഒരു ഗ്രന്ഥം തന്നെയാകുന്നു. അതിന്റെ മുമ്പിലൂടെയോ പിന്നിലൂടെയോ അതിൽ അസത്യം വന്നെത്തുകയില്ല. യുക്തിമാനും സ്തുത്യർഹനുമായിട്ടുള്ളവന്റെ പക്കൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടത് എത്രയത്.
അതായത് പിന്നെ ആ സത്യം ഈ ഖുർആനിൽ നിന്ന് വരൂല എന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹം വർഷിപ്പിച്ചു തരും. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഈ വചനത്തെ നമ്മൾ മുൻനിർത്തിയിട്ട്, അള്ളാഹു നീ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, നീ എന്നെ അറിയിച്ചതാണ് ഞാൻ ഇസ്തിഗ്ഫാർ ചെയ്താൽ എനിക്ക് വർദ്ധിപ്പിച്ചു തരുമെന്ന്. അതിനെ മുൻനിർത്തി ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർദ്ധിക്കും എന്നുള്ളത് എന്താണ്? അത് സത്യമാണ്. ഓക്കെ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ വാക്കുകള്, വചനങ്ങള് അതിനെ മുൻനിർത്തി നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഉത്തരം കിട്ടും. അത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹ് സത്യമാണ് എന്നുള്ളത് കൊണ്ടാണ് അത് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നിരാശപ്പെടാനും പാടില്ല. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെ വിട്ട് പിന്തിരിയാനും പാടില്ല. പല ആളുകൾക്കും പറ്റുന്നതാണ്, കുറച്ചൊക്കെ ദുആ ചെയ്തു, ഒന്നും ഉത്തരം കിട്ടുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഉത്തരം ചോദിക്കാറില്ല, ഞാൻ ഇബാദത്ത് ചെയ്യാറില്ല എന്ന് പറഞ്ഞിട്ട് പിന്തിരിഞ്ഞു പോകുന്ന കുറേ ആളുകളുണ്ട്. പ്രശ്നങ്ങളിലും പ്രയാസത്തിലും എത്ര ഈ ഇബാദത്ത് ചെയ്യുന്നു, എന്നിട്ട് ഒന്നും ആവുന്നൊന്നുമില്ലല്ലോ, ഒന്നും കിട്ടുന്നൊന്നുമില്ല, പിന്നെയും ഇതേപോലെ തന്നെ അല്ലേ എന്ന് പറഞ്ഞിട്ട് പിന്തിരിഞ്ഞു പോകുന്ന ആളുകൾ നമുക്കിടയിൽ ഒരുപാടുണ്ട്. അപ്പൊ അവരോടാണ് പറയാനുള്ളത്, അള്ളാഹ് സത്യം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അള്ളാഹ് സത്യമാണ് പറഞ്ഞത് എന്ന് ഉറപ്പുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം വന്നിട്ടുണ്ടാവും. അള്ളാഹ് പറഞ്ഞതിൽ നിങ്ങൾക്ക് സംശയം വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം വരുന്നതും നിങ്ങൾക്ക് ഡിലേ ആവും. അള്ളാഹിനോട് എങ്ങനെയാണോ നിങ്ങൾ ഡീൽ ചെയ്യുന്നത് അതുപോലെയാണ് അള്ളാഹ് നിങ്ങളോടും ഡീൽ ചെയ്യുന്നത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹിന്റെ അടുത്ത് നിങ്ങൾ ഡീലിങ് എങ്ങനെയാണോ, നിങ്ങൾക്കൊരു ഉറപ്പുണ്ടോ അള്ളാഹ് തരുമെന്ന്, ഉറപ്പുണ്ടോ എങ്കിൽ അള്ളാഹ് തരും. നിങ്ങൾക്ക് ഒരു ഉറപ്പില്ലാതെ തന്നെ നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് തരുന്നതിലും ഉറപ്പുണ്ടാവില്ല. നബിയെ, നിനക്ക് മുമ്പുണ്ടായിരുന്ന ദൂതന്മാരോട് പറയപ്പെട്ടതല്ലാത്ത ഒന്നും നിന്നോട് പറയപ്പെടുന്നില്ല. തീർച്ചയായും നിന്റെ രക്ഷിതാവ് പാപമോചനം നൽകുന്നതിനും വേദനയേറെ ശിക്ഷ നൽകുന്നതിനുമാകുന്നു. നാം ഇതിനെ ഒരു അനറബി ഖുർആൻ ആക്കിയിരുന്നെങ്കിൽ അവർ പറഞ്ഞേക്കും, എന്തുകൊണ്ട് ഇതിലെ വചനങ്ങൾ വിശദമാക്കപ്പെടുകയുണ്ടായില്ല? ഗ്രന്ഥം അനറബിയും പ്രവാചകൻ അറബിയുമാവുകയോ? നീ പറയുക, അത് ഖുർആൻ സത്യവിശ്വാസികൾക്ക് മാർഗദർശനവും ശമനൌഷധവുമാകുന്നു. വിശ്വസിക്കാത്തവർക്കാകട്ടെ അവരുടെ കാതുകൾക്ക് ഒരു തരം ബധിരതയുണ്ട്. അത് ഖുർആൻ അവരുടെ മേൽ ഒരു അന്ധതയാക്കിയിരിക്കുന്നു. ആ കൂട്ടർ വിദൂരമായ ഏതോ സ്ഥലത്ത് നിന്ന് വിളിക്കപ്പെടുന്നു എന്ന പോലെയുള്ള അവരുടെ പ്രകടനം. മൂസക്ക് നാം വേദഗ്രന്ഥം നൽകുകയുണ്ടായി, എന്നിട്ട് അതിന്റെ കാര്യത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ടായി. ഒരു വചനം മുമ്പ് തന്നെ നിന്റെ രക്ഷിതാവിന്റെ പക്കൽ നിന്നുണ്ടായിട്ടില്ലായിരുന്നുവെങ്കിൽ അവർക്കിടയിൽ ഇപ്പോൾ തന്നെ തീർപ്പ് കൽപ്പിക്കപ്പെടുമായിരുന്നു. തീർച്ചയായും അവർ ഇതിനെപ്പറ്റി, ഖുർആനെ പറ്റി അവിശ്വാസജനകമായ സംശയത്തിലാകുന്നു. വല്ലവനും നല്ലത് പ്രവർത്തിച്ചാൽ അതിന്റെ ഗുണം അവന് തന്നെയാകുന്നു. വല്ലവനും തിന്മ ചെയ്താൽ അതിന്റെ ദോഷവും അവന് തന്നെ. നിന്റെ രക്ഷിതാവ് തന്റെ അടിമകളോട് അനീതി കാണിക്കുന്നവനേ അല്ല. ആ അന്ത്യസമയത്തെ പറ്റിയുള്ള അറിവ് അവങ്കലേക്കാണ് മടക്കപ്പെടുന്നത്. പഴങ്ങളൊന്നും അവയുടെ പോളകളിൽ നിന്ന് പുറത്തു വരുന്നില്ല. ഒരു സ്ത്രീയും ഗർഭം ധരിക്കുകയോ പ്രസവിക്കുകയോ ചെയ്യുന്നുമില്ല അവന്റെ അറിവോട് കൂടിയല്ലാതെ. എന്റെ പള്ളുകാളികളെവിടെ എന്ന് അവർ അവരോട് വിളിച്ചു ചോദിക്കുന്ന ദിവസം അവർ പറയും, ഞങ്ങളിതാ നിന്നെ അറിയിക്കുന്നു, ഞങ്ങളിൽ നിന്ന് അതിന് സാക്ഷികളായി ആരുമില്ല. ഓക്കെ. അതായത് പഴങ്ങൾ ഉണ്ടാക്കുന്നത്, അതിന്റെ പോളകളിൽ നിന്ന് പുറത്തു വരുന്നത്, അത് പഴത്തിന്റെ കൂമ്പ് കണ്ടിട്ടില്ലേ, അതിന്റെ ഉള്ളിൽ നിന്ന് പഴം ഉണ്ടായി വരുന്നത്, അത് വരുന്നത് പോലും അള്ളാന്റെ അറിവിൽ കൂടിയല്ല ഇല്ലാന്ന്. അതായത് ഒരു ഇല നിലത്ത് വീഴുന്നത് ഒക്കെ അത് അള്ളാന്റെ അറിവ് കൂടിയല്ലാതെ ഇല്ല എന്നാണ്. അതുപോലെ ഒരു സ്ത്രീ ഗർഭം ധരിക്കുന്നത്, അത് അള്ളാന്റെ അറിവില്ലാതെ അല്ല എന്നാണ്. ഓക്കെ. അപ്പൊ അതൊക്കെ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഉണ്ടാക്കാൻ അള്ളാഹ് ഒരാളെയും കൂട്ടുവെച്ചിട്ടില്ല. അള്ളാഹ് ഒറ്റക്ക് ചെയ്തതാണ്, അല്ലെ? അള്ളാഹ് ഒറ്റക്ക് സൃഷ്ടിച്ചതാണ് ഇതൊക്കെ. അപ്പം നമ്മൾ ഇന്ന് കാണുന്ന നമ്മളെ കൂട്ടാളികളാക്കി വെക്കുന്ന ആളുകളൊക്കെ നാളെ പരലോകത്ത് വെച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, എവിടെ നിങ്ങൾ എനിക്ക് പകരം വെച്ച എന്റെ കൂട്ടാളികളൊക്കെ എവിടെയെന്ന്? ആരും ഉത്തരം കൊടുക്കൂല എന്നാണ്. കാരണം അവരും ആരാണ്? നമ്മളെ പോലെ ഒന്നുകിലും മനുഷ്യന്മാരാവും, അല്ലെങ്കിൽ കല്ലുകളോ വല്ല ജിന്നുകളോ ഒക്കെ ആയിരിക്കും. ഇതൊന്നും നാളെ പരലോകത്ത് അള്ളാഹ്ക്ക് സമമായിട്ട് വരാൻ കഴിയില്ല എന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് ദുനിയാവില് ഒന്നിനെയും എന്ത് ചെയ്യാൻ പാടില്ല, പങ്കു ചേർക്കാൻ പാടില്ല. ഈവൻ നമ്മുടെ നഫ്സിനെ പോലും നമ്മൾ പങ്കു ചേർക്കാൻ പാടില്ല. അതൊക്കെ അള്ളാന്റെ സൃഷ്ടിപ്പിൽ പെട്ടതാണ്, അല്ലാതെ അള്ളാഹ് അല്ല ഇതൊന്നും എന്നുള്ളത് മനസ്സിലാക്കുക. അള്ളാഹ് എന്ന് പറയുന്നത് നമുക്ക് അദൃശ്യമാണ്, നമുക്ക് കാണാൻ കഴിയില്ല, ഖൈബിയാണ്. അള്ളാഹ് പരലോകത്ത് വെച്ച് മാത്രമേ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റുള്ളൂ. ദുനിയാവിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറങ്ങൂല. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അറിവ് മാത്രമാണ് ദുനിയാവിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഒക്കെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറങ്ങിക്കഴിഞ്ഞാൽ ദുനിയാവ് നശിച്ചു പോകും, ദുനിയാവ് പൊട്ടി തകർന്നു പോരും അതിന്റെ ശക്തി കൊണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അറിവ് മാത്രം ദുനിയാവ് മുഴുവനും ചൂഴ്ന്നു നിൽക്കുന്നത്. ഒക്കെ. മുമ്പ് അവർ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നതെല്ലാം അവരെ വിട്ട് മറഞ്ഞു പോവുകയും തങ്ങൾക്ക് യാതൊരു രക്ഷാസങ്കേതവുമില്ല എന്ന് അവർക്ക് ബോധ്യം വരികയും ചെയ്യും. നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ മനുഷ്യന് മടുപ്പ് തോന്നുകയില്ല. തിന്മ അവനെ ബാധിച്ചാലോ അവൻ മനം മടുത്തവനും നിരാശനുമായി തീരുന്നു.
നമുക്ക് അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് അത് തരണമല്ല, ഇത് തരണമല്ല, അത് തരണമല്ല ഇങ്ങനെ പറയണം. ഓക്കെ, അതിന്റെ ഇടയിൽ നമുക്ക് ഒരു പ്രയാസം വന്ന് അപ്പൊ നമ്മൾ എന്താവും, നമുക്ക് നിരാശ ബാധിക്കുന്നു. എത്രയൊക്കെ ചോദിച്ചിട്ട് അള്ളാന്റെ അടുത്ത് ചോദിച്ചിട്ടും എനിക്കിതാണല്ലോ വന്നത്, എനിക്കിതാണല്ലോ കിട്ടിയത് എന്ന് പറഞ്ഞിട്ട് നമ്മളിൽ പല ആളുകളും പിന്തിരിഞ്ഞു പോകും. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലായിടത്തും കാക്കട്ടെ. ആമീൻ. അത് അവന് കഷ്ടത ബാധിച്ചതിന് ശേഷം നമ്മുടെ പക്കൽ നിന്നുള്ള കാരുണ്യം നാം അവന് അനുഭവിപ്പിച്ചാൽ തീർച്ചയായും അവൻ പറയും, ഇത് എനിക്ക് അവകാശപ്പെട്ടതാകുന്നു. അന്ത്യസമയം നിലവിൽ വരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇനി എന്റെ രക്ഷിതാവിലേക്ക് ഞാൻ തിരിച്ചയക്കപ്പെടുകയാണെങ്കിലോ എനിക്ക് അവന്റെ അടുക്കൽ തീർച്ചയായും ഏറ്റവും മെച്ചപ്പെട്ട നില തന്നെയാണ് ഉണ്ടായിരിക്കുക. എന്നാൽ സത്യനിഷേധികൾക്ക് അവർ പ്രവർത്തിച്ചതിനെ പറ്റി നാം വിവരം നൽകുകയും കഠിനമായ ശിക്ഷയിൽ നിന്ന് നാം അവർക്ക് അനുഭവിപ്പിക്കുകയും ചെയ്യും. നാം മനുഷ്യന് അനുഗ്രഹം ചെയ്താൽ അവനത് പിന്തിരിഞ്ഞു കളയുകയും അവന്റെ പാട്ടിന് മാറിക്കളയുകയും ചെയ്യുന്നു. അവനെ തിന്മ ബാധിച്ചാലോ അവനത് നീണ്ട പ്രാർത്ഥനാക്കാരനായി തീരുന്നു. രണ്ടു കൂട്ടരാണ്. ഒന്ന് നന്മ ബാധിച്ചു കഴിഞ്ഞാൽ, നന്മ കിട്ടിക്കഴിഞ്ഞാൽ തിന്മ വരൂല എന്ന് വിചാരിച്ചിട്ട് പിന്തിരിഞ്ഞു പോകുന്നത്. ഒരു കൂട്ടർ എന്താണ്, തിന്മയിലാണ്, ഭയങ്കര പ്രയാസത്തിലാണ്, ബുദ്ധിമുട്ടിലാണ്. അവര് ഏത് സമയം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നു. പിന്നീട് ഒരു നന്മ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവര് പിന്തിരിഞ്ഞു പോവുകയും ചെയ്യുന്നു. രണ്ടും എന്താണ്, ബാത്തിലായിട്ടുള്ള കാര്യമാണ്. എല്ലാ സമയത്തും നമുക്ക് എന്താ വേണ്ടത്, നമ്മൾ കൺസിസ്റ്റന്റ് ആയിരിക്കണം. നന്മയിലും തിന്മയിലും അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുകയും അള്ളാഹുവിൽ നിന്നുള്ളതാണ് ദുനിയാവിലെ എല്ലാ കാര്യങ്ങളും എന്ന് ഒരു മനസ്സിൽ ഉറപ്പോട് കൂടിയിട്ട്, ബോധത്തോട് കൂടിയിട്ട് ജീവിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ആര്, സത്യവിശ്വാസികൾ. സത്യവിശ്വാസികളുടെ കാര്യം അത്ഭുതകരമാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അവനൊരു നന്മ വന്നാലും അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സ്തുതിക്കും, അവനൊരു തിന്മ വന്നാലും അവൻ അള്ളാഹുവിനെ സ്തുതിക്കും. അതുകൊണ്ടാണ് ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയാൻ പറഞ്ഞത്. അതിന് അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് എന്താ പറയുന്നത്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, എല്ലാവരും അള്ളാഹുലാക്കാണെന്ന് പറയാ. പിന്നെ അതിനുശേഷം ദുആ ചെയ്യുക, അള്ളാഹുമ്മ ജന്നി ഫി മുസീബത്തി വഖ്ലിഫ് ലി ഖൈറൻ മിൻഹ, ഈ ഒരു പ്രയാസത്തിന് എനിക്ക് അള്ളാഹുവെ ഇതിനേക്കാൾ ഖൈറായതിലേക്ക് എന്നെ എത്തിക്കണേ എന്ന് ദുആ ചെയ്യുകയും ചെയ്യാം. ഇത് സത്യവിശ്വാസികൾക്ക് മാത്രമേ കിട്ടുള്ളൂ ഈ അനുഗ്രഹം എന്നുള്ളതാണ്. പ്രയാസം വന്നാലും അവന് അൽഹംദുലില്ലാ പറയും, നന്മ വന്നാലും എന്ത് പറയും, അൽഹംദുലില്ലാ പറയും. നമ്മളോട് തന്നെ ചോദിച്ചു നോക്കുക, നമ്മൾ എത്ര പ്രാവശ്യം അൽഹംദുലില്ലാ പറയുന്നുണ്ട് നന്മയിലും തിന്മയിലും എന്നുള്ളത്. നീ പറയുക, നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ, ഇത് ഖുർആൻ അള്ളാഹുവിൽ നിന്നുള്ളതായിരിക്കും, എന്നിട്ട് നിങ്ങൾ അതിൽ അവിശ്വസിക്കുകയുമാണെങ്കിൽ കടുത്ത മത്സരത്തിൽ കഴിയുന്നവനേക്കാളും കൂടുതൽ പിഴച്ചു പോയവൻ ആരുണ്ട്? ഇത് ഖുർആൻ സത്യമാണെന്ന് അവർക്ക് വ്യക്തമാക്കത്തക്കവണ്ണം വിവിധ ദിക്കുകളിലും അവരിൽ തന്നെയും നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ വഴിയെ നാം അവർക്ക് കാണിച്ചു കൊടുക്കുന്നതാണ്. നിന്റെ രക്ഷിതാവ് ഏത് കാര്യത്തിനും സാക്ഷിയാണ് എന്നത് തന്നെ മതിയായതല്ലേ. ഓർക്കുക, തീർച്ചയായും അവർ തങ്ങളുടെ രക്ഷിതാവിനെ കണ്ടുമുട്ടുന്ന കാര്യത്തെപ്പറ്റി സംശയത്തിലാകുന്നു. ഓർക്കുക, തീർച്ചയായും അവൻ ഏതൊരു വസ്തുവിനെയും വലയം ചെയ്തിട്ടുള്ളവനാകുന്നു. ഓക്കെ, ഇത്രയാണ് ഈ ഭാഗത്തുള്ളത്. ഇതിലെ തഫ്സീറിലെ ഹദീസുകളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, കാരണം അതിൽ കൂടി പോകാന് സമയം എന്തായാലും കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, ജസ്റ്റ് അതിന്റെ അർത്ഥം മാത്രമേ വിശദീകരിച്ചിട്ടുള്ളൂ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. പിന്നെ ഇനി അടുത്തത് സൂറത്തുൽ അഷൂറ. ഓക്കെ, അഷൂറ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കൂടിയാലോചിക്കുന്നതിനാണ് അഷൂറ എന്ന് പറയുന്നത്. കൂടിയാലോചിക്കുക. ഓക്കെ, മക്കയിലാണ് അവതരിച്ചത്. 53 ആയത്തുകളാണ് ഉള്ളത്. ഓക്കെ, കുറച്ച് ആയത്ത് അതില് മദീനയിലാണെന്നും പറയുന്നുണ്ട്. ഓക്കെ, കേവല അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകാണ് ഇതും. ഓക്കെ, അതായത് ഒന്നിച്ചു കൂടി ആലോചിക്കണം എന്നുള്ളതാണ്. ഓക്കെ, നമ്മുടെയൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ കൂടിയാലോചന നടത്തണം, മറ്റുള്ളവരുമായിട്ട് സംസാരിക്കണം, ഡിസ്കസ് ചെയ്യണം, എന്നിട്ട് എന്ത് ചെയ്യണം, തീരുമാനം എടുക്കണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്നുള്ള നിവേദനമാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോളം തന്റെ സഹാബികളോട് ശൂറ നടത്തിയ ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അതായത് എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കണം. നമ്മളെ കുടുംബത്തില് നമ്മൾ എന്ത് കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യ ഭർത്താവിന്റെ അടുത്തും ഭർത്താവ് ഭാര്യന്റെ അടുത്തും പറഞ്ഞ് സംസാരിച്ചിട്ട് വേണം ജീവിക്കാൻ. കാരണം പല സ്ഥലങ്ങളിലും പല വീടുകളിലും കണ്ടിട്ടുള്ളതാണ്, ഭർത്താക്കന്മാര് പെട്ടെന്ന് മരണപ്പെട്ടു പോകും. എന്നിട്ട് ഒരുപാട് കടം ഉണ്ടാവും, അവിടെയും ഇവിടെയൊക്കെ ഓരോന്ന് ചെയ്തു വെച്ചിട്ടുണ്ടാവും, ഒന്നും ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവില്ല, ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. പാവം ആ സ്ത്രീ പിന്നീട് പ്രയാസത്തിന് മുകളിൽ പ്രയാസമായിട്ട്
മക്കളെ പോറ്റണം, അതൊരു ഒരു ഭാഗത്ത്. ഭർത്താവിന്റെ അവിടെ ഇവിടെയുള്ള എല്ലാ കണക്കുകളും ഇതും അതൊന്നും അറിയൂല്ല, എന്തൊക്കെയാണെന്ന് അറിയില്ല, ബിസിനസ്സിന്റെ കാര്യങ്ങൾ അറിയില്ല. ഒന്നും അറിയാതെ ആ സ്ത്രീയെ ആ ഇദ്ദ പീരീഡിൽ ശരിക്കും ഭർത്താവിന് വേണ്ടിയിട്ട് ദുആ ചെയ്ത് നമ്മള് ആ ഒരു 40 ദിവസം നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ആ ഒരു എന്താ പറയാ, നമ്മൾ ആ ഒരു മുനാജാത്തിൽ ജീവിക്കേണ്ട ഒരു ദിവസങ്ങളാണ്. ഓക്കെ, ആ ആ ദിവസങ്ങളിൽ എന്തായിരിക്കും, പ്രയാസത്തിന്റെ മുൾ പ്രയാസമായിട്ട് ഭർത്താവിന്റെ കണക്കുകളും ഇത് ശരിയാക്കലായിരിക്കും അവൾ ആ ദിവസങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം അല്ലാതെ ജീവിതത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ വേറെ മാർഗമില്ലാത്തൊരു നിൽക്കുന്ന ഒരു അവസ്ഥയിൽ എന്താ ചെയ്യേണ്ടതെന്നറിയാതെ അവിടുന്ന് കിട്ടാണ്ടാവും, ഇവിടെ കൊടുക്കാണ്ടാവും, എഴുതി വെച്ചിട്ടുണ്ടാവില്ല, അവര് തരാണ്ടെന്ന് പറയുന്നു, അത് സത്യമാണോ എന്നറിയില്ല, ഇവിടെ കൊടുക്കാണ്ടെന്ന് പറയുന്നു, അത് സത്യമാണോ എന്നറിയില്ല, ആളുകൾ അവിടുന്ന് വിളിക്കുന്നു ഇവിടുന്ന് വിളിക്കുന്നു, പ്രയാസപ്പെടുത്തുന്നു. അങ്ങനെയൊന്നും നമ്മുടെ ജീവിതം ആവാൻ പാടില്ല. അത് ഭാര്യമാര് ഭർത്താക്കന്മാരടുത്തും ഭർത്താക്കന്മാര് ഭാര്യമാരടുത്തും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചോദിച്ചറിയണം, കണക്കുകളൊക്കെ സൂക്ഷിക്കണം, എഴുതി വെക്കണം കാര്യങ്ങള്. ഒരു ഡയറിയൊക്കെ എപ്പോഴും വേണം വീട്ടില്. പ്രത്യേകിച്ചും ബിസിനസ്, കച്ചവടങ്ങള്, അതുപോലെ തന്നെ പിന്നെ പണസംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ദിവസവും നടക്കുന്ന കാര്യങ്ങൾ എഴുതിക്കൊണ്ടേ പോകണം. കാരണം ഏതെങ്കിലും ഒരു സമയത്ത് ഫുൾ സ്റ്റോപ്പ് വരുമ്പം ഒരിക്കലും അത് മറ്റൊരാൾക്ക് പ്രയാസമാവാൻ പാടില്ല. ഒരു മുഅ്മിനും മറ്റൊരു മുഅ്മിനിന് പ്രയാസമാവാൻ പാടില്ല. ഞാൻ എൻ്റെ ഭർത്താവിനും പ്രയാസമാവാൻ പാടില്ല, എൻ്റെ ഭർത്താവ് എനിക്കും പ്രയാസമാവാൻ പാടില്ല. എത്രയൊക്കെ സ്നേഹിച്ച് ജീവിച്ചാലായാലും മരണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താവും, നമ്മള് ആ മരണപ്പെട്ടു പോയവരെ നമ്മള് ശപിക്കും. കാരണം നമ്മളെ ഇടങ്ങേറിന്റെ മുകളിൽ ഇടങ്ങേറാക്കിയിട്ടിട്ട് പോയി എന്നുള്ള ആ ഒരു ഇതായിരിക്കും നമുക്ക് എപ്പോഴും ഉണ്ടാവുക. ഒരിക്കലും ഭർത്താവിനെ കുറിച്ചിട്ട് ഒരു നന്മ നമുക്ക് ചിന്തിക്കാൻ അപ്പൊ കഴിയാതാവും പിന്നെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പരസ്പരം കൂടിയാലോചന നടത്തണം. ഒരിക്കലും അങ്ങനൊന്നും വിട്ടിട്ട് പോകാൻ പാടില്ല. എനിക്കറിയുന്ന ആളുകൾ തന്നെ ഉണ്ട്, പെട്ടെന്ന് ആക്സിഡന്റ് ഒക്കെ ആയിട്ട് അവര് കോമ സ്റ്റേജിലൊക്കെ ആയിട്ട് വീട്ടുകാർക്ക് അറിയില്ല എന്തൊക്കെയാണ് കണക്കുകളുള്ളത്, എന്തൊക്കെയാണ് കടങ്ങളുള്ളതെന്ന്. അവര് അവര് ആ ഒരു അവസ്ഥയിൽ അവര് ഒരു ഹൈ ലെവലിൽ നിന്നിരുന്ന ആളുകളാണ്. പക്ഷെ കച്ചവടത്തിന്റെ ഒന്നും കണക്കും ഇതൊന്നും സൂക്ഷിക്കാത്തത് കൊണ്ട് തന്നെ ആർക്കും ഒന്നും അറിയാതെയായി അവര് ആ ജീവിതത്തിന്റെ ഏറ്റവും അധപ്പതനത്തിലേക്ക് അവർ പോയി. വലിയ 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 ബംഗ്ലാവിൽ ജീവിച്ച ആളുകൾ പിന്നീട് വെറും കുടിലിലേക്ക് മാറുന്ന അവസ്ഥയിലേക്ക് ഒരു 2-3 വർഷത്തിൻ്റെ ഉള്ളിൽ അതായി മാറി. അപ്പൊ അതൊക്കെ ശരിക്കും അതൊക്കെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട, ശരിക്കും കൃത്യമായിട്ട് നമ്മൾ ചെയ്തു പോകേണ്ടിയിരുന്ന കാര്യങ്ങൾ ചെയ്തു പോകാത്തതുകൊണ്ട് സംഭവിച്ച മിസ്റ്റേക്കാണ്. അത് ശരിക്കും നമുക്ക് സംഭവിച്ചൊരു മിസ്റ്റേക്കാണ്. ആ മിസ്റ്റേക്ക് ആരൊക്കെയാണ് ബാധിക്കുന്നത്? ചുറ്റുമുള്ളവരെ ബാധിക്കുന്നു, അവരവരെ ബാധിക്കുന്നു, ജനങ്ങളുടെ മുന്നിൽ നമ്മൾ അപമാനിക്കപ്പെടുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും അങ്ങനത്തെ ഒന്നും അവസ്ഥകൾ വരാതിരിക്കാൻ ഇന്ന് മുതലെങ്കിലും നമ്മൾ മുഅ്മിനാണെന്നുണ്ടെങ്കിൽ നമ്മള് മാളത്തിൽ നിന്ന് 2 പ്രാവശ്യം പാമ്പ് കടിയേൽക്കാൻ കാലിനെ വെച്ചു കൊടുക്കരുത്. ഒരു മാളത്തിൽ നിന്നും 2 പ്രാവശ്യം ഒരു മുഅ്മിനിന് പാമ്പ് കടി ഏൽക്കൂല. കാരണം എന്താ, അതിൻ്റെ ഉള്ളിൽ പാമ്പ് ഉണ്ട് എന്നുള്ളത് ആ മുഅ്മിനിന് അറിയാം. പിന്നെ അവിടെ പോയിട്ട് കാല് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അവനക്ക് കിട്ടിയ വിഷത്തിന് അവന് അള്ളാനെ പഴിചാരാൻ പാടില്ല. കാരണം അള്ളാഹ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ എഴുതി രേഖപ്പെടുത്തണം, നിങ്ങൾ എല്ലാ കാര്യങ്ങളും പിന്നെ സാക്ഷികളെ വെക്കണം, ഇതൊക്കെ അള്ളാഹ് പറഞ്ഞു തന്നാണ്. എന്നാലും നമ്മള് ചെയ്യും. എന്നിട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അള്ളാന്ന് വിളിക്കും. അതില് അള്ളാഹ്ക്കൊന്നും ചെയ്തു തരാൻ പറ്റില്ല. പരീക്ഷണം നമ്മളെ കടന്നു പോവുകയും മതിയാവും. അതിൽ ആരെയും സഹായിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മുടെ കാര്യങ്ങളിൽ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു സംസാരം നടക്കണം. ഭാര്യമാര് ഭർത്താക്കന്മാരടുത്തും ഭർത്താക്കന്മാര് ഭാര്യമാരടുത്തും എന്ത് തന്നെ ആയാലും സംസാരിക്കണം പരസ്പരം. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും, ഒക്കെ ശരിയാണ്. ഭർത്താവ് കൊണ്ടുവരുന്ന പൈസ നിർബന്ധമായിട്ട് സ്ത്രീകൾ ചോദിച്ചറിയണത് എവിടെ നിന്നാണ് ആ പൈസ. നിങ്ങൾ ചോദിച്ചറിയണം. നിങ്ങൾ അതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കും എൻ്റെ മക്കൾക്കും ഹറാമ് തിന്നാൻ തരരുത് എന്ന് നിങ്ങൾ നിർബന്ധമായിട്ടും പറയണം. തിന്നാൻ കിട്ടിയിട്ടില്ലെങ്കിലും സാരില്ല, പക്ഷെ ഹറാമ് വാങ്ങിച്ച് കഴിക്കരുത്. ഹറാമ് തിന്ന ശരീരം അത് ഹറാമ് തന്നെ ആയിരിക്കും ഒടുങ്ങുക. ഓക്കെ, ഹറാമ് കൊണ്ട് വളർന്ന ശരീരം അത് ഹറാമിൽ തന്നെയായിരിക്കും അവസാനിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ പാടില്ല. ഒരു മുഅ്മിന് എപ്പോഴും സ്ത്രീകൾ പ്രത്യേകിച്ചും ഭർത്താക്കന്മാരടുത്ത് ചോദിച്ചറിയണം. അവർ കൊണ്ടുവരുന്ന പൈസ ഉണ്ടാവുമ്പം ഒന്നും ചോദിച്ചറിയില്ല. എന്നിട്ട് പിന്നെ ഒരു കടത്തിൽ മുങ്ങിയിട്ടൊരു വീഴ്ച ഉണ്ട്. ആ വീഴ്ച വരുമ്പം പിന്നെ ഭർത്താവിനെ കുറ്റം പറയും, അവരെ കുറ്റം പറയും, ഇവരെ കുറ്റം പറയും, അവര് ചെയ്തതാണെന്ന് പറയും, ഇവര് പിന്നെ ചതിച്ചതാണെന്ന് പറയും.
ചതിക്കാൻ നിന്ന് കൊടുത്തിട്ടല്ലേ. അറിയാതെ സംഭവിക്കുന്നത് അത് ശരി. പക്ഷെ അറിഞ്ഞുകൊണ്ട് വീണ് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ചോദിച്ചറിഞ്ഞിട്ടില്ല, നമ്മള് തിരുത്തേണ്ട സ്ഥലത്ത് തിരുത്തിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ പ്രശ്നം വന്നതിന് ശേഷം പിന്നെ അവിടെ കയ്യും കാലിട്ടോ ഇളക്കിയിട്ടോ പിന്നെ ഒച്ച വെച്ചിട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വഴക്കുണ്ടാക്കിയിട്ടോ ഒന്നും കാര്യമില്ല. ഇതൊക്കെ നമ്മൾ സാമാന്യ ബോധത്തോട് കൂടിയിട്ട് ബുദ്ധി തന്നിട്ടുണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലെ. എന്നിട്ട് ആ ബുദ്ധി തന്നിട്ടും ഉപയോഗിക്കാത്തതിന് അള്ളാഹിനെ കുറ്റം പറയാൻ പാടില്ല. അള്ളാഹ് നൽകിയ പരീക്ഷണമാണെന്ന് നമ്മൾ പറയാൻ പാടില്ല. ഓക്കെ, ഇതൊക്കെ നമ്മൾ അടിസ്ഥാന കാര്യങ്ങളായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടക്കണം. പണം കൊണ്ടുള്ള ഇത് ക്രയവിക്രയങ്ങൾ അത് എപ്പോഴും എഴുതി രേഖപ്പെടുത്തണം. അത് ആര് തന്നെയാലും, സ്വന്തം ഉമ്മയും മക്കളും തമ്മിലാണെങ്കിൽ പോലും ക്രയവിക്രയങ്ങളെ എഴുതി രേഖപ്പെടുത്തണം. ഉമ്മാക്കും ഒരു ദിവസം ചിലപ്പം മറ്റുള്ള മക്കളോട് കൂടുതൽ സ്നേഹം തോന്നുമ്പോൾ നമ്മളെ തള്ളി പറയാം. നമുക്കും ചിലപ്പം നമ്മളെ ഒരു പ്രയാസം വരുമ്പോൾ നമ്മളെ മാതാപിതാക്കളെ തള്ളി പറയാം. ഒക്കെ മനുഷ്യനാണെന്ന് മനസ്സിലാക്കിയത്. അങ്ങോട്ടും ഇങ്ങോട്ടും അള്ളാന്റെ ഓരോ സൃഷ്ടിപ്പാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മള് കണക്കുകൾ എഴുതി സൂക്ഷിക്കുക. ഓക്കെ, നമ്മൾ ദുനിയാവിൽ ഇല്ലെങ്കിലും നമ്മുടെ മക്കളോ ഭാര്യമാരോ അല്ലെങ്കിൽ ഭർത്താക്കന്മാരോ അത് നോക്കിയിട്ടെങ്കിലും അവർ കാര്യങ്ങൾ അവർ ചെയ്ത് പൂർത്തിയാക്കും. ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മയ്യത്ത് കട്ടിൽ എടുത്തു വെക്കുന്ന സമയത്ത് എനിക്ക് തരാനുള്ള പൈസ തന്നിട്ടല്ലാതെ മയ്യത്ത് കട്ടിൽ എടുക്കാൻ പറ്റില്ല എന്നൊരാൾ വന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തു കൊടുക്കേണ്ടി വരും. അത് എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് വേണമെങ്കിൽ തർക്കിക്കാൻ പറ്റുമായിരുന്നു. എഴുതി രേഖപ്പെടുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കടം വീട്ടിയിട്ടല്ലാതെ അല്ലെങ്കിൽ ഒരാളെ ഏറ്റെടുത്തിട്ടല്ലാതെ മയ്യത്ത് കട്ടില് പുറത്തേക്ക് ഇറക്കാൻ പറ്റൂല. അത് ദീനിന്റെ അടിസ്ഥാനത്തിൽപ്പെട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടം കൊണ്ട് കടമുണ്ടായിട്ട് മരണപ്പെട്ടവർക്ക് നമസ്കരിച്ചിട്ടില്ല എന്നാണ്. ഓക്കെ, അവനക്ക് വേണ്ടിയിട്ട് മയ്യത്ത് നമസ്കാരം നിസ്കരിക്കാൻ നിന്നില്ല എന്നാണ്. സഹാബികളോട് പറഞ്ഞു നിങ്ങൾ ചെയ്തോളൂ, ഞാൻ നിൽക്കുന്നില്ല. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കൊരു പാഠമായിട്ടാണ്. കടം കൊണ്ട് നമ്മൾ മരണപ്പെടാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധയോട് കൂടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. കടം കൊണ്ട് മരണപ്പെടാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കടണ്ട് എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ മക്കളോ ഭാര്യമാരോ അല്ലെങ്കിൽ ആരെങ്കിലും ഏറ്റെടുക്കേണ്ടി വരും. ഞങ്ങൾ ഏറ്റെടുത്തു എന്ന് പറയുമ്പോഴായിരിക്കും ആ മയ്യത്ത് കട്ടിൽ പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് അത് ആര് വീട്ടും? ഏറ്റെടുത്തു എന്ന് നമ്മൾ പറയും, പക്ഷെ ഏറ്റെടുത്തതിന് ഒരു പരിധിയില്ല. അത് വീട്ടാനും നമുക്ക് കഴിയണ്ടേ. കഴിവില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഏറ്റെടുത്തിട്ട് പിന്നെ അതിന്റെ മുകളിൽ പ്രയാസം കൊണ്ട് ജീവിക്കുകയായിരിക്കും. നമ്മളെ പിന്നെ ഇതാ പീരീഡൊക്കെ പ്രയാസത്തിന് മുകളിൽ പ്രയാസമായിട്ട് നമ്മൾ നിൽക്കേണ്ടി വരും. അപ്പൊ അതൊക്കെ ശ്രദ്ധയോട് കൂടിയിട്ട് നടക്കുക. ഇതിലൊന്നും ഒരാൾക്കും ഒരാളെയും സഹായിക്കാൻ പറ്റൂല. നമ്മൾ തന്നെ വേണം നമുക്ക് വേണ്ടിയിട്ട് സഹായിക്കാൻ. ഓക്കെ, أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ഹാമീം അശൂറ. ഓക്കെ, ഐൻ സീൻ ഖാഫ്. ഓക്കെ, ഇതൊക്കെ കേവലാക്ഷരങ്ങളാണ്. അപ്രകാരം നിനക്കും നിന്റെ മുമ്പുള്ളവർക്കും പ്രതാപിയും യുക്തിമാനുമായ അള്ളാഹു ബോധന നൽകുന്നു. അവന് ആകുന്നു ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും. അവനാകുന്നു ഉന്നതനും മഹാനുമായിട്ടുള്ളവൻ. ആകാശങ്ങൾ അവയുടെ ഉപരിഭാഗത്തിൽ നിന്ന് പൊട്ടിപ്പിളരുമാറാകുന്നു. മലക്കുകൾ തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിക്കുന്നതോടൊപ്പം പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഭൂമിയിലുള്ളവർക്ക് വേണ്ടി അവർ പാപമോചനം തേടുകയും ചെയ്യുന്നു. അറിയുക, തീർച്ചയായും അള്ളാഹു തന്നെയാകുന്നു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയും. അവന് പുറമെ രക്ഷാധികാരികളെ സ്വീകരിച്ചവരാരോ അവരെ അള്ളാഹു സൂക്ഷ്മ നിരീക്ഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു. നീ അവരുടെ കാര്യത്തിൽ ചുമതലയേൽപ്പിക്കപ്പെട്ടവനെയല്ല. അപ്രകാരം നിനക്ക് നാം അറബി ഭാഷയിൽ ഖുർആൻ ബോധനം നൽകിയിരിക്കുന്നു. ഉമ്മുൽ ഖുറായിൽ ഉള്ളവർക്കും അതിനു ചുറ്റുമുള്ളവർക്കും നീ താക്കീത് നൽകുവാൻ വേണ്ടിയും സംശയരഹിതമായ സമ്മേളന ദിവസത്തെപ്പറ്റി നീ താക്കീത് നൽകുവാൻ വേണ്ടിയും. അന്നൊരു വിഭാഗക്കാർ സ്വർഗത്തിലായിരിക്കും, മറ്റൊരു വിഭാഗക്കാർ കത്തിജ്വലിക്കുന്ന നരകത്തിലും. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവരെ മനുഷ്യരെയെല്ലാം അവൻ ഒരേ സമുദായമാക്കുമായിരുന്നു. പക്ഷേ താൻ ഉദ്ദേശിക്കുന്നവരെ തന്റെ അകാരുണ്യത്താൽ അവൻ പ്രവേശിപ്പിക്കുന്നു. അക്രമികൾ ആരോ അവർക്ക് യാതൊരു രക്ഷാധികാരിയും സഹായമില്ല. അതല്ല, അവർ അവന് പുറമെ രക്ഷാധികാരികളെ സ്വീകരിച്ചിരിക്കുകയാണോ? എന്നാൽ അള്ളാഹു തന്നെയാകുന്നു രക്ഷാധികാരി. അവൻ മരിച്ചവരെ ജീവിപ്പിക്കുന്നു. അവൻ ഏത് കാര്യത്തിനും കഴിവുള്ളവനത്രേ. നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസക്കാരായിട്ടുള്ളത് ഏത് കാര്യത്തിലാവട്ടെ അതിൽ തീർപ്പ് കൽപ്പിക്കാനുള്ള അവകാശം അള്ളാഹുവിനാകുന്നു. അവനാണ് എന്റെ രക്ഷിതാവായ അള്ളാഹു. അവന്റെ മേൽ ഞാൻ വരമേൽപ്പിച്ചിരിക്കുന്നു. അവങ്കിലേക്ക് ഞാൻ താഴ്മയോടെ മടങ്ങുകയും ചെയ്യുന്നു. ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടാവാകുന്നു അവൻ. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വർഗത്തിൽ നിന്ന് തന്നെ അവൻ ഇണകളെ ഉണ്ടാക്കി തന്നിരിക്കുന്നു. കന്നുകാലികളിൽ നിന്നും ഇണകളെ ഉണ്ടാക്കി തന്നിരിക്കുന്നു. അതിലൂടെ നിങ്ങളെ അവൻ സൃഷ്ടിപ്പ് വർദ്ധിപ്പിക്കുന്നു. അവന് തുല്യമായി യാതൊന്നുമില്ല. അവൻ എല്ലാം കേൾക്കുന്നവനും കാണുന്നവനും കേൾക്കുന്നവനും അത്രേ.
ആകാശങ്ങളുടെയും ഭൂമിയുടെയും താക്കോലുകൾ അവന്റെ അധീനത്തിലാകുന്നു. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉപജീവനം അവൻ വിശാലമാക്കുന്നു, മറ്റുള്ളവർക്ക് അവൻ അത് ഇടുങ്ങിയതാക്കുകയും ചെയ്യുന്നു. തീർച്ചയായും അവൻ ഏത് കാര്യത്തെപ്പറ്റിയും അറിവുള്ളവനാകുന്നു. നൂഹിനോട് കൽപ്പിച്ചതും നിനക്ക് നാം ഓദനം നൽകിയതും ഇബ്രാഹിം, മൂസ, ഈസ എന്നിവരോട് നാം കൽപ്പിച്ചതുമായ കാര്യം, നിങ്ങൾ മതത്തെ നേരാവണ്ണം നിലനിർത്തുക, അതിൽ നിങ്ങൾ ഭിന്നിക്കാതിരിക്കുക എന്ന കാര്യം അവൻ നിങ്ങൾക്ക് നിയമപരമായി നിശ്ചയിച്ചിരിക്കുന്നു. ആ ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾ ഏതൊരു കാര്യത്തിലേക്ക് ക്ഷണിക്കുന്നുവോ അത് അവർക്ക് വലിയ ഭാരമായി തോന്നിയിരിക്കുന്നു. താൻ ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു തന്റെ അടുക്കിലേക്ക് അവർ തെരഞ്ഞെടുത്തിരിക്കുന്നു. താഴ്മയോടെ മടങ്ങുന്നവരെ അവങ്കിലേക്കുള്ള മാർഗത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. പൂർവ്വവേദക്കാർ ഭിന്നിച്ചത് അവർക്ക് അറിവ് വന്നു കിട്ടിയതിനു ശേഷം തന്നെയാണ്. അവർ തമ്മിലുള്ള വിരോധ നിമിത്തമാണത്. നിർണിതമായ ഒരു അവധി വരേക്ക് ബാധകമായ ഒരു വചനം നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്ന് മുമ്പ് തന്നെ ഉണ്ടായിട്ടില്ലായിരുന്നുവെങ്കിൽ അവർക്കിടയിൽ ഉടനെ തീർപ്പ് കൽപ്പിക്കപ്പെടുമായിരുന്നു. അവർക്ക് ശേഷം വേദഗ്രന്ഥത്തിന്റെ അന്തരാവകാശം നൽകപ്പെട്ടവർ തീർച്ചയായും അതിനെപ്പറ്റി അവിശ്വാസജനകമായ സംശയത്തിലാകുന്നു. അതിനാൽ നീ പ്രബോധനം ചെയ്തു കൊള്ളുക, നീ കൽപ്പിക്കപ്പെട്ടതുപോലെ നേരെ നിലകൊള്ളുകയും ചെയ്യുക. അവരുടെ തന്നിഷ്ടങ്ങളെ നീ പിന്തുടർന്നു പോകരുത്. നീ പറയുക, അള്ളാഹു അവതരിപ്പിച്ച ഏത് ഗ്രന്ഥത്തിലും ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, നിങ്ങൾക്കിടയിൽ നീതി പുലർത്തുവാൻ ഞാൻ കൽപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. അള്ളാഹു ആകുന്നു ഞങ്ങളുടെ രക്ഷിതാവും നിങ്ങളുടെ രക്ഷിതാവും. ഞങ്ങൾക്കുള്ളത് ഞങ്ങളുടെ കർമ്മങ്ങളും നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ കർമ്മങ്ങളും. ഞങ്ങൾക്കും നിങ്ങൾക്കുമിടയിൽ യാതൊരു തർക്ക പ്രശ്നവുമില്ല. അള്ളാഹു നമ്മെ തമ്മിൽ ഒരുമിച്ച് കൂട്ടും. അവങ്കിലേക്കാകുന്നു ചെന്നെത്താനുള്ളത്. അള്ളാഹുന്റെ ആഹ്വാനത്തിന് സ്വീകാര്യത ലഭിച്ചതിന് ശേഷം അവന്റെ കാര്യത്തിൽ തർക്കിക്കുന്നവനാരോ അവരുടെ തർക്കം അവന്റെ രക്ഷിതാവെങ്കിൽ നിഷ്ഫലമാകുന്നു. അവരുടെ മേൽ കോപമുണ്ടായിരിക്കും, അവർക്കാണ് കഠിനമായ ശിക്ഷ. അള്ളാഹു ആകുന്നു സത്യപ്രകാരം വേദഗ്രന്ഥം തെറ്റും ശരിയും തൂക്കി നോക്കാനുള്ള തുലാസം ഇറക്കി തന്നവൻ. നിനക്ക് എന്തറിയാം? ആ അന്ത്യസമയം അടുത്തു തന്നെ ആയിരിക്കാം. അതിൽ അന്ത്യദിവസത്തിൽ വിശ്വസിക്കാത്തവർ അതിന്റെ കാര്യത്തിൽ ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുന്നു. വിശ്വസിച്ചവരാകട്ടെ അതിനെപ്പറ്റി ഭയവിഹ്വലരായിരിക്കുന്നു. അവർക്കറിയാം അത് സത്യമാണെന്ന്. ശ്രദ്ധിക്കുക, തീർച്ചയായും അന്ത്യസമയത്തിന്റെ കാര്യത്തിൽ തർക്കം നടത്തുന്നവർ വിദൂരമായ പിഴവിൽ തന്നെയാകുന്നു. അള്ളാഹു തന്റെ ദാസന്മാരോട് കനിവുള്ളവനാകുന്നു. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ഉപജീവനം നൽകുന്നു. അവനാകുന്നു ശക്തനും പ്രതാപശാലിയുമായിട്ടുള്ളവൻ. വല്ലവനും പരലോകത്തെ കൃഷിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവന്റെ കൃഷിയിൽ നാം അവന് വർധനവ് നൽകുന്നതാണ്. വല്ലവനും ഇഹലോകത്ത് കൃഷിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നാം അവന് അതിൽ നിന്ന് നൽകുന്നതാണ്. അവന് പരലോകത്ത് യാതൊരു വിഹിതവും ഉണ്ടായിരിക്കുന്നതല്ല. അതല്ല, അള്ളാഹു അനുവദിച്ചിട്ടില്ലാത്ത കാര്യം മതമായി അവർക്ക് നിശ്ചയിച്ചു കൊടുത്ത വല്ല പങ്കാളികളും അവർക്കുണ്ടോ? നിർണായക വിധിയെപ്പറ്റിയുള്ള കൽപ്പന നിലവിലില്ലായിരുന്നെങ്കിൽ അവർക്കിടയിൽ ഉടനെ വിധി കൽപ്പിക്കപ്പെടുമായിരുന്നു. ആക്രമികളാരോ അവർക്ക് തീർച്ചയായും വേദനയേറിയ ശിക്ഷയുണ്ട്. പരലോകത്ത് വെച്ച് ആ ആക്രമകാരികളെ തങ്ങൾ സമ്പാദിച്ചു വെച്ചതിനെ പറ്റി ചകിതരായ നിലയിൽ നിനക്ക് കാണാം. അത് സമ്പാദിച്ചു വെച്ചതിനുള്ള ശിക്ഷ അവരിൽ നിന്ന് ഭവിക്കുക തന്നെ ചെയ്യും. വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തവർ സ്വർഗത്തോപ്പുകളായിരിക്കും. അവർ ഉദ്ദേശിക്കുന്ന എന്തോ അത് അവരുടെ രക്ഷിതാവിങ്കൽ അവർക്കുണ്ടായിരിക്കും. അതത്രേ മഹത്തായ അനുഗ്രഹം. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത തന്റെ ദാസന്മാർക്ക് അള്ളാഹു സന്തോഷ വാർത്ത അറിയിക്കുന്നത്രേ അത്. നീ പറയുക, അതിന്റെ പേരിൽ നിങ്ങളോട് ഞാൻ യാതൊരു പ്രതിഫലം ആവശ്യപ്പെടുന്നില്ല, അടുത്ത ബന്ധത്തിന്റെ പേരിലുള്ള സ്നേഹമല്ലാതെ. വല്ലവനും ഒരു നന്മ പ്രവർത്തിക്കുന്ന പക്ഷം അതിലൂടെ അവന് നാം ഗുണം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതാണ്. തീർച്ചയായും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും ഏറെ നന്ദിയുള്ളവനുമാകുന്നു. അതല്ല, അദ്ദേഹം പ്രവാചകൻ അള്ളാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമച്ചു എന്നാണോ അവർ പറയുന്നത്? എന്നാൽ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നിന്റെ ഹൃദയത്തിന് മേൽ അവൻ മുദ്ര വയ്ക്കുമായിരുന്നു. അള്ളാഹു അസത്യത്തെ മായ്ച്ചു കളയുകയും തന്റെ വചനങ്ങൾ കൊണ്ട് സത്യത്തെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. തീർച്ചയായും അവൻ ഹൃദയങ്ങളിലുള്ളതിനെ പറ്റി അറിവുള്ളവനാകുന്നു. അവനാകുന്നു തന്റെ ദാസന്മാരിൽ നിന്ന് പശ്ചാത്താപം സ്വീകരിക്കുന്നവൻ. അവൻ ദുഷ്കൃത്യങ്ങൾക്ക് മാപ്പ് നൽകുകയും ചെയ്യുന്നു. നിങ്ങൾ പ്രവർത്തിക്കുന്ന എന്തോ അത് അവൻ അറിയുകയും ചെയ്യുന്നു. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് അവൻ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയും തന്റെ അനുഗ്രഹത്തിൽ നിന്ന് അവർക്ക് കൂടുതൽ നൽകുകയും ചെയ്യും. സത്യനിഷേധികളാവട്ടെ കഠിനമായ ശിക്ഷയാണ് അവർക്കുള്ളത്. അള്ളാഹു തന്റെ ദാസന്മാർക്ക് ഉപജീവനം വിശാലമാക്കി കൊടുത്തിരുന്നെങ്കിൽ ഭൂമിയിൽ അവർ അതിക്രമം പ്രവർത്തിക്കുമായിരുന്നു. പക്ഷെ അവൻ ഒരു കണക്കനുസരിച്ച് താൻ ഉദ്ദേശിക്കുന്നത് ഇറക്കി കൊടുക്കുന്നു. തീർച്ചയായും അവൻ തന്റെ ദാസന്മാരെ പറ്റി സൂക്ഷ്മജ്ഞാനമുള്ളവരും കണ്ടറിയുന്നവനുമാകുന്നു. മനുഷ്യർ നിരാശപ്പെട്ടു കഴിഞ്ഞതിന് ശേഷം മഴ വർഷിപ്പിക്കുകയും തന്റെ കാരുണ്യം വ്യാപിപ്പിക്കുകയും ചെയ്യുന്നവൻ അവൻ തന്നെയാകുന്നു സ്തുത്യർഹമായ രക്ഷാധികാരി. ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചതും അവ രണ്ടിലും ജീവജാലങ്ങളെ വ്യാപിപ്പിച്ചതും അവന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതത്തെ അവൻ ഉദ്ദേശിക്കുമ്പോൾ അവരെ ഒരുമിച്ച് കൂട്ടുവാൻ കഴിവുള്ളവനാണവൻ. നിങ്ങൾ ഏതൊരു ആപത്ത് ബാധിച്ചിട്ടുണ്ടെങ്കിലും അത് നിങ്ങളുടെ കൈകൾ പ്രവർത്തിച്ചതിന്റെ ഫലമായി തന്നെയാണ്. മിക്കതും അവൻ മാപ്പാക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് ഭൂമിയിൽ വെച്ച് അള്ളാഹുവിനെ തോൽപ്പിച്ചു കളയാനാവില്ല. അള്ളാഹുവിന് പുറമെ നിങ്ങൾക്ക് യാതൊരു രക്ഷാധികാരിയും സഹായമില്ല താനും. കടലിലൂടെ മലകളോളം സഞ്ചരിക്കുന്ന കപ്പലുകളും അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതത്രേ. അവൻ ഉദ്ദേശിക്കുന്ന പക്ഷം അവൻ കാറ്റിനെ അടക്കി നിർത്തും. അപ്പോൾ അവ കടൽ പരപ്പിൽ നിശ്ചലമായി നിന്നു പോകും. തീർച്ചയായും അതിൽ ക്ഷമാശീലരും നന്ദിയുമുള്ളവർക്ക് ഏറ്റവും ദൃഷ്ടാന്തമുണ്ട്. അല്ലെങ്കിൽ അവർ പ്രവർത്തിച്ചതിന്റെ ഫലമായി അവയെ കപ്പലുകളെ അവൻ തകർത്തു കളയും. മിക്കതും അവൻ മാപ്പാക്കുകയും ചെയ്യും. നമ്മുടെ ദൃഷ്ടാന്തങ്ങളുടെ കാര്യത്തിൽ തർക്കം
കൂടിയാലോചന നടത്തുന്നവർ തങ്ങൾക്ക് രക്ഷ പ്രാപിക്കുവാൻ ഒരു സ്ഥാനവുമില്ലെന്ന് മനസ്സിലാക്കേണ്ടതിനുമാണ് അത്. നിങ്ങൾക്ക് വല്ലതും നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഐഹിക ജീവിതത്തിലെ താൽക്കാലിക വിഭവം മാത്രമാകുന്നു. അള്ളാഹുവിന്റെ പക്കലുള്ളത് കൂടുതൽ ഉത്തമവും കൂടുതൽ നീണ്ടു നിൽക്കുന്നതുമാകുന്നു. വിശ്വസിക്കുകയും തങ്ങളുടെ രക്ഷിതാവിന്റെ മേൽ ബരമേൽപ്പിക്കുകയും ചെയ്തവർക്കുള്ളത് എത്രയേ അത്. പാപങ്ങളും നീചവൃത്തിയും വർജിക്കുന്നവരും കോപം വന്നാലും പൊറുക്കുന്നവരും ആയിട്ടുള്ളവർക്ക് തങ്ങളുടെ രക്ഷിതാവിന്റെ ആഹ്വാനം സ്വീകരിക്കുകയും നമസ്കാരം ഉറപോലെ നിർവഹിക്കുകയും തങ്ങളുടെ കാര്യം തീരുമാനിക്കുന്ന അന്യോന്യമായ കൂടിയാലോചനയുടെ ആയിരിക്കുകയും നാം നൽകിയിട്ടുള്ളതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്തവരാരോ അവർക്കും തങ്ങളുടെ വല്ല മർദ്ദനവും നേരിട്ടാൽ രക്ഷാ നടപടി സ്വീകരിക്കുന്നവർക്കും. എന്തൊക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? അള്ളാഹുവിന്റെ ആഹ്വാനം സ്വീകരിക്കുന്നവർക്ക്, ഓക്കെ, അള്ളാഹുവിന്റെ സംരക്ഷണം ലഭിക്കുന്നത്, ഓക്കെ, മഹാപാപങ്ങളും നീചവൃത്തിയും വർജിക്കുന്നവർക്ക്, ഓക്കെ, കോപം വന്നാലും നമ്മൾ പുറത്തു കൊടുക്കുന്നവർക്ക്, ഓക്കെ, കോപം ഉണ്ടെന്നാലും അവർക്ക് നമ്മൾ മാപ്പാക്കി കൊടുക്കുന്നത്, തങ്ങളുടെ രക്ഷിതാവിന്റെ ആഹ്വാനം സ്വീകരിക്കുന്നവർക്ക്, ഓക്കെ, നമസ്കാരം പോലെ നിർവഹിക്കുന്നവർക്ക്, തങ്ങളുടെ കാര്യം തീരുമാനിക്കുന്നത് അന്യോന്യമായ കൂടിയാലോചനയിലൂടെ ആയിരിക്കുകയും നാം നൽകിയിട്ടുള്ളതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്തവർക്ക്, ഓക്കെ. അപ്പം നൽകിയത് നിന്ന് ചെലവഴിക്കുക, നമുക്ക് കൂടിയാലോചന നടത്തിയിട്ട് വേണം എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാൻ. അതുകൊണ്ടാണ് ഈ ഇസ്തിഹാറ നമസ്കാരത്തിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോഴും അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താ പഠിപ്പിച്ചത്? നിങ്ങൾ കൂടിയാലോചന നടത്തുകയും അതിനുശേഷം അള്ളാഹുൽ ബരമേൽപ്പിക്കുകയും ചെയ്യാന്നാണ്. അതായത് നമ്മൾ പരസ്പരം കൂടിയാലോചന നടത്തണം, എന്നിട്ട് അതിൽ നമുക്ക് ഹൈറായത് നമുക്ക് തോന്നി, എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുക, ഇന്ന കാര്യം ഞാൻ ചെയ്യാൻ പോകുന്ന ഈ കാര്യം അത് ഹൈറാണെങ്കിൽ എനിക്കത് എളുപ്പമാക്കി തരണം, ഷർറാണെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ഹൈറായതിലേക്ക് എന്നെ എത്തിക്കുകയും ചെയ്യണം എന്നുള്ള ദുആ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രധാനപ്പെട്ട ഒരു നമ്മളോടുള്ള കൽപ്പനയാണ്. ഇതില്ലാതെ നമ്മൾ എന്ത് ചെയ്താലും, നമ്മളിപ്പം നിസ്കാർ ചെയ്തു, പക്ഷെ നമ്മൾ കുടുംബങ്ങളും ബന്ധുക്കളുമായിട്ടൊന്നും ആ കൂടിയാലോചന നടത്തിയില്ല, എന്ത് സംഭവിക്കും? അതിൽ എന്തെങ്കിലും തിന്മ ഉണ്ടെങ്കിൽ അത് അവർ പറഞ്ഞു തരുമായിരുന്നു. നമുക്ക് അറിയുന്ന ആളുകളോടൊക്കെ ഡിസ്കസ് ചെയ്യുക. കല്യാണ കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് പ്രത്യേകിച്ചും നമ്മൾ പെൺകുട്ടികളൊക്കെ വിവാഹം കഴിപ്പിച്ചയക്കുമ്പോൾ നല്ല അന്വേഷിക്കണം, ചെക്കനെ പറ്റിയിട്ടും അവന്റെ കുടുംബത്തിനെ പറ്റിയിട്ടും അവന്റെ നാടിനെ പറ്റിയിട്ടും അവന്റെ വീട്ടുകാരെ പറ്റിയിട്ടും ഒക്കെ നമ്മൾ നല്ലപോലെ അന്വേഷണം നടത്തണം, അവന്റെ സ്വഭാവത്തിനെ പറ്റിയിട്ടും അവന്റെ ദീനിനെ പറ്റിയിട്ടും. ചിലർ ദീനുണ്ട് എന്ന് പറഞ്ഞിട്ട് വിവാഹം കഴിപ്പിക്കും, ചെക്കന് പ്രയാസപ്പെടുത്തുന്ന ആളായിരിക്കും. ദീനുണ്ടാവും പക്ഷെ ഭയങ്കര വീട്ടിൻ്റെ ഉള്ളിൽ ഭയങ്കര പ്രയാസം, ഭയങ്കര പിശുക്കത്തരം. അപ്പം ഭയങ്കര വീട്ടിലെന്തായിരിക്കും, ഒരു സ്ത്രീക്ക് അനുഭവിക്കാനേ കഴിയില്ല, നമുക്കൊരു സന്തോഷം അനുഭവിക്കാനേ പറ്റില്ല. ദീനുണ്ട് എന്ന് പറഞ്ഞിട്ട് ജീവിതത്തിലെ സന്തോഷം കൂടി അതിന്റെ കൂടെ ഉണ്ട്. ഒരാളുടെ ക്യാരക്ടറും കൂടി ദീനിന്റെ കൂടെ ചേരുമ്പോഴാണ് കുടുംബജീവിതം സന്തോഷത്തിലാകുന്നത്. അല്ലാതെ ദീനുണ്ട് എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യത്തിലൊക്കെ ഏറ്റവും മഹാമോശം, ഭയങ്കര ദേഷ്യക്കാരന്, ഭയങ്കര പ്രയാസപ്പെടുത്തുന്നവന്, ഏത് സമയത്തും ഇബാദത്തുമായിട്ട് നടക്കുക, വീട്ടുകാര്യങ്ങൾ ശ്രദ്ധിക്കില്ല, വീട്ടിലുള്ളവർക്ക് ഭക്ഷണം വേണമെന്നുള്ള ചിന്ത ഇല്ല, അങ്ങനെയൊക്കെ നടക്കുന്ന ആളുകൾ, അതും എന്താണ്, ദീനുണ്ടെന്ന് പറഞ്ഞാലും അതും എന്താണ്, തെറ്റാണ്. എന്നാൽ ദുനിയാവിന്റെ കാര്യങ്ങളുമായിട്ട് മാത്രം അടിച്ചു പൊളിച്ച് നടക്കുന്ന ആളുകൾ, എന്നാൽ അവനക്ക് ദീനില്ല, അതും തെറ്റായിട്ടുള്ള കാര്യം. പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെ നല്ല രീതിയിൽ നല്ല ചെലവഴിക്കുന്നുണ്ട്, നല്ല സമ്പാദിക്കുന്നുണ്ട്, അവന് ടൂറ് പോകുന്നുണ്ട്, അവന് ഭയങ്കരമായിട്ട് ജോഷാണ്, ഇങ്ങനെയാണുള്ള ആളുകളെയാണ് ഇന്ന് മിക്കവാറും പെൺകുട്ടികൾ സെലക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ കുടുംബങ്ങൾ സെലക്ട് ചെയ്യുന്നത്. അവസാനം എന്താ സംഭവിക്കുക, അവൻ ജോഷാണൊക്കെ ശരിയാണ്, പക്ഷെ അവന്റെ ആ ഒരു എടുത്തുചാട്ടം കൊണ്ടും അവന്റെ ഇതുകൊണ്ടും വീണ്ടും എന്താണ്, അവളും പ്രശ്നത്തിൽ പെടുകയാണ് ചെയ്യുക. അപ്പൊ ഇത് എല്ലാതും മിതത്വത്തിൽ വേണം നടക്കേണ്ടത്. കുടുംബജീവിതത്തിലായാലും ദീന് വേണം, പക്ഷെ അതിന്റെ കൂടെ എന്ത് വേണം, ദുനിയാവിന്റെ കാര്യങ്ങളും നോക്കുന്നവനായിരിക്കണം. കാരണം ദുനിയാവിലും നമുക്ക് ജീവിക്കേണ്ടതുണ്ട്. അല്ലാതെ ദീനുണ്ടെന്ന് വിചാരിച്ചിട്ട് ദുനിയാവില് പട്ടിണി കിടക്കാൻ പറ്റൂലല്ലോ. നമുക്ക് ഭക്ഷണം കഴിക്കണമല്ലോ സ്ത്രീക്ക്, അപ്പൊ അവളെ നോക്കാനുള്ളത് അവന് കൊണ്ടു കൊടുക്കണം. അത് അവൾക്കുള്ള വെള്ളവും വസ്ത്രവും ഭക്ഷണവും അവൾക്കുള്ള ഭവനവും അവൾക്കുള്ള ആവശ്യങ്ങളും അതും പൂർത്തിയാക്കി കൊടുക്കണം. ദീനുണ്ടെന്നും പറഞ്ഞിട്ട് ബാക്കിയൊന്നും കൊടുക്കാതെ അത് മുഴുവൻ അവളെ വീട്ടുകാർ വീണ്ടും അവളെ നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വിവാഹം കഴിച്ചതിന് ഒരു കാര്യമില്ലാതെയാവും. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നീട് എന്താവും, ആ കുടുംബ ബന്ധം തകർന്നു പോവും. അല്ലാന്നുണ്ടെങ്കിൽ അവനെ കേഴ്സ് ചെയ്തുകൊണ്ട് അവൾ ജീവിക്കുന്ന ലെവലിൽ ജീവിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കൂടിയാലോചന എന്ന് പറയുന്നത് നമ്മള് പിന്നെ അള്ളാഹുവിൽ തവക്കുലാക്കുന്നതിന് മുമ്പ് സംഭവിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പരസ്പരം കൂടിയാലോചനകൾ നടത്തണം, നമ്മളെ കാര്യങ്ങളിൽ ഒരു എളുപ്പത്തെ നമ്മൾ കണ്ടെത്തണം.
വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല കൂടിയാലോചന നടത്തുന്നത്. ഒരു ഒരു എളുപ്പത്തിന്റെ മാർഗം കണ്ടെത്താൻ, ഒരു തീരുമാനം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ ലെവലിൽ തന്നെ നമ്മൾ ആളുകളോട് സംസാരിക്കണം. തീരുമാനത്തിന് വേണ്ടിയിട്ട് അവരുടെയും കൂടി അഭിപ്രായങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട്, അതിൽ നിന്ന് ഏതാണോ നല്ലത് അത് എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ നമ്മൾ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പെന്നും പറഞ്ഞിട്ടുള്ള ഒരു കൂടിയാലോചന നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവസാനം എന്താവും? അപ്പോഴും നമ്മൾ പോയിട്ട് പെടും. ഓക്കെ. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഒരു തിന്മക്കുള്ള പ്രതിഫലം അതുപോലെയുള്ള ഒരു തിന്മ തന്നെയാകുന്നു. എന്നാൽ ആരെങ്കിലും മാപ്പ് നൽകുകയും രഞ്ജിപ്പുണ്ടാക്കുകയുമാണെങ്കിൽ അതിനുള്ള പ്രതിഫലം അള്ളാഹുവിന്റെ ബാധ്യതയാലാകുന്നു. തീർച്ചയായും അവൻ അക്രമം പ്രവർത്തിച്ചവരെ ഇഷ്ടപ്പെടുകയില്ല. ഓക്കെ. താൻ മർദ്ദിക്കപ്പെട്ടതിനു ശേഷം വല്ലവനും രക്ഷാനടപടി സ്വീകരിക്കുന്ന പക്ഷം അത്തരക്കാർക്കെതിരെ കുറ്റം ചുമത്താൻ യാതൊരു മാർഗവുമില്ല. ജനങ്ങളോട് അനീതി കാണിക്കുകയും ന്യായമില്ലാതെ ഭൂമിയിൽ അതിക്രമം പ്രവർത്തിക്കുകയും ചെയ്തവർക്കെതിരെ മാത്രമേ കുറ്റം ചുമത്താൻ മാർഗമുള്ളൂ. അത്തരക്കാർക്ക് തന്നെയാകുന്നു വേദനയേറിയ ശിക്ഷയുള്ളതും. വല്ലവനും ക്ഷമിക്കുകയും പൊറുക്കുകയും ചെയ്യുന്ന പക്ഷം തീർച്ചയായും അത് ദൃഢനിശ്ചയം ചെയ്യേണ്ട കാര്യങ്ങളിൽപ്പെട്ടതാകുന്നു. അള്ളാഹു ഏതൊരുവനെ വഴിപിഴവിലാക്കിയോ അവന് അതിന് ശേഷം യാതൊരു രക്ഷാധികാരിയുമില്ല. ശിക്ഷ നേരിൽ കാണുമ്പോൾ ഒരു തിരിച്ചുപോക്കിന് വല്ല മാർഗവുമുണ്ടോ എന്ന് അക്രമകാരികൾ പറയുന്നതായി നിനക്ക് കാണും. നിന്ദിതയാൽ കീഴൊതുങ്ങുന്നവരായിക്കൊണ്ട് അവർ നരകത്തിന് മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുന്നത് നിനക്ക് കാണാം. ഒളികണ്ണിട്ടായിരിക്കും അവർ നോക്കുന്നത്. വിശ്വസിച്ചവർ പറയും, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ സ്വദേഹങ്ങളും തങ്ങളുടെ സ്വന്തക്കാരെ നഷ്ടപ്പെട്ടവരാരോ അവർ തന്നെയാകുന്നു തീർച്ചയായും നഷ്ടക്കാർ. ശ്രദ്ധിക്കുക, തീർച്ചയായും അക്രമികൾ നിരന്തരമായ ശിക്ഷയിലാകുന്നു. അള്ളാഹുവിന് പുറമെ തങ്ങളെ സഹായിക്കുന്ന ഒരു രക്ഷാധികാരികളും അവർക്കുണ്ടായിരിക്കുന്നതല്ല. ഏതൊരുവനെ അള്ളാഹു വഴിപിഴവിലാക്കിയോ അവൻ രക്ഷപ്രാപ്തിക്ക് യാതൊരു മാർഗവുമില്ല. ഒരു ദിവസം വന്നെത്തുന്നതിന് മുമ്പായി നിങ്ങളുടെ രക്ഷിതാവിനെ ആഹ്വാനം നിങ്ങൾ സ്വീകരിക്കുക. അള്ളാഹുവിൽ നിന്നുള്ള ആ ദിവസത്തെ തടുക്കുക സാധ്യമല്ല. അന്ന് നിങ്ങൾക്ക് യാതൊരു അഭയസ്ഥാനവും ഉണ്ടാവുകയില്ല. നിങ്ങൾക്ക് കുറ്റങ്ങൾ നിഷേധിക്കാനുമാവില്ല. ഇനി അവർ തിരിഞ്ഞു കളയുകയാണെങ്കിൽ നബിയെ, നിന്നെ നാം അവരുടെ മേൽ കാവൽക്കാരനായി അയച്ചിട്ടില്ല. നിന്റെ മേൽ പ്രബോധന ബാധ്യത മാത്രമേ ഉള്ളൂ. തീർച്ചയായും നാം മനുഷ്യന് നമ്മുടെ പക്കൽ നിന്നുള്ള ഒരു അനുഗ്രഹം ആസ്വദിപ്പിച്ചാൽ അതിന്റെ പേരിൽ അവൻ ആഹ്ലാദം കൊള്ളുന്നു. അവരുടെ കൈകൾ മുമ്പ് ചെയ്തു വെച്ചതിന്റെ ഫലമായി അവർക്ക് വല്ല തിന്മയും ബാധിക്കുന്നുവെങ്കിലോ അപ്പോഴത് ആ മനുഷ്യൻ നന്ദി കെട്ടവൻ തന്നെയാകുന്നു. അള്ളാഹുവിനാകുന്നു ആകാശങ്ങളും ഭൂമിയുടെയും ആധിപത്യം. അവൻ ഉദ്ദേശിക്കുന്നത് അവൻ സൃഷ്ടിക്കുന്നു. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പെൺമക്കളെ പ്രദാനം ചെയ്യുന്നു. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ആൺമക്കളെയും പ്രദാനം ചെയ്യുന്നു. അല്ലെങ്കിൽ അവർക്ക് അവൻ ആൺമക്കളെയും പെൺമക്കളെയും ഇടകലർത്തി കൊടുക്കുന്നു. അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ വന്ധ്യരാക്കുകയും ചെയ്യുന്നു. തീർച്ചയായും അവൻ സർവജ്ഞനും സർവശക്തനുമാകുന്നു. നേരിട്ടുള്ളൊരു പ്രബോധനം എന്ന നിലയിലോ ഒരു മറയുടെ പിന്നിൽ നിന്നുകൊണ്ടോ ഒരു ദൂതനെ അയച്ച അള്ളാഹുവിന്റെ അനുവാദപ്രകാരം അവൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹം ദൂതൻ പ്രബോധനം നൽകുക എന്ന നിലയിലോ അല്ലാതെ അള്ളാഹു തന്നോട് സംസാരിക്കുക എന്ന കാര്യം യാതൊരു മനുഷ്യനും ഉണ്ടാവുന്നതല്ല. തീർച്ചയായും അവൻ ഉന്നതനും യുക്തിമാനുമാകുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാളോടും ഒന്നും കേൾക്കണില്ല. കേൾക്കുന്നില്ലല്ലോ. இது ஒரு உம்மாவின் பொறுப்பு. பாலஸ்தீன் மக்கள் நமது சகோதரர்கள். பாலஸ்தீன் நம் உம்மாவின் ஒரு பகுதி. அவர்களின் துயரம் நமது துயரம். அவர்களின் பாதுகாப்பு நமது கடமை. நமது முன்னோர்கள் எங்களுக்கு ஒரு பாதையை காட்டி சென்றுள்ளனர். மதத்தான சஹாபியான அலி இப்னு அபி தாலிப் அலி ஒரு முக்கியமான வார்த்தையை கூறினார். കേൾക്കുന്നുണ്ടോ? அமைதியாக இருந்தால் நீங்களும் அந்த அநியாயத்தின் ஒரு பகுதி. அதனால் தான் நாம் எப்போதும் நீதிக்காக நிற்க வேண்டும். நாம் அழிவை விரும்பவில்லை. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് ഒരു മനുഷ്യനോട് സംസാരിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഉണ്ടാകാവുന്നതല്ല എന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. അവന് ഒന്നുകിൽ മറക്ക് പിന്നിലായിരിക്കും, അല്ലെങ്കിൽ എന്താണ് അവന് അവന് ഒരു ബോധനമായിട്ട്, അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു 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 അടിമ മുഖേന, അതായത് ദാസന്മാരിൽ നിന്നല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല
ദൂതനെ അയച്ചുകൊണ്ടല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് സംസാരിക്കുകയില്ല എന്നാണ്. അതായത് നമുക്ക് അതിനുള്ള ശക്തി ഇല്ല, നമ്മുടെ ശരീരത്തിന് അത് താങ്ങാനുള്ള കഴിവില്ല എന്നതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ചെയ്യാത്തത് എന്നുള്ളതാണ്. ഓക്കെ, അപ്രകാരം തന്നെ നിനക്ക് നാം നമ്മുടെ കൽപ്പനയാൽ ഒരു ചൈതന്യവത്തായ സന്ദേശം ബോധനം നൽകിയിരിക്കുന്നു. വേദഗ്രന്ഥമോ സത്യവിശ്വാസമോ എന്തെന്ന് നിനക്കറിയുമായിരുന്നില്ല. എന്നാൽ പക്ഷേ നാം അതിനെ ഒരു പ്രകാശമാക്കിയിരിക്കുന്നു. അത് മുഖേന നമ്മുടെ ദാസന്മാരിൽ നിന്ന് നാം ഉദ്ദേശിക്കുന്നവർക്ക് നാം വഴി കാണിക്കുന്നു. തീർച്ചയായും നീ നേരായ പാതയിലാകുന്നു മാർഗദർശനം നൽകുന്നത്. ഓക്കെ, പ്രകാരം തന്നെ നിനക്ക് നാം നമ്മുടെ കൽപ്പനയാൽ ഒരു ചൈതന്യവത്തായ സന്ദേശം ബോധനം ചെയ്തിരിക്കുന്നു. വേദഗ്രന്ഥമോ സത്യവിശ്വാസമോ എന്തെന്ന് നിനക്കറിയുമായിരുന്നില്ല. പക്ഷെ നാം അതിനെ ഒരു പ്രകാശമാക്കിയിരിക്കുന്നു. അത് മുഖേന നമ്മുടെ ദാസന്മാരിൽ നിന്ന് നാം ഉദ്ദേശിക്കുന്നവർക്ക് നാം വഴി കാണിക്കുന്നു. തീർച്ചയായും നീ നേരായ പാതയിലാകുന്നു മാർഗദർശനം നൽകുന്നത്. ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും ഏതൊരുവനുള്ളതാണോ ആ അള്ളാഹുവിന്റെ പാതയിലേക്ക് ശ്രദ്ധിക്കുക. അള്ളാഹുവിനാകുന്നു കാര്യങ്ങൾ ചെന്നെത്തുന്നത്. അള്ളാഹുലേക്കാകുന്നു കാര്യങ്ങൾ ചെന്നെത്തുന്നത്. ഓക്കെ, അൽഹംദുലില്ലാ, ഇത്രയും ഭാഗമാണ് ശൂറയിലുള്ളത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. رب ارحمهما كما ربياني صغيرا. رب هب لي من الصالحين رب هب لي من الصالحين رب هب لي من الصالحين رب هب لي من لدنك ذرية طيبة إنك سميع الدعاء. يا غني الله اغنني بفضلك من سواك ربي انزل منزلا مباركا أنت خير المرسلين. اللهم يسر ولا تعسر وتمم بالخير. ربي إني لما أنزلت لي من خير فقير. الله ربي لا أشرك بشيء. الله ربي لا أشرك بشيء. الله ربي لا أشرك بشيء. لا إله إلا الله العليم العليم. لا إله إلا الله رب العرش العظيم. لا إله إلا الله رب السماوات رب الأرض رب العرش الكريم. الحمد لله رب العالمين. إنا لله وإنا إليه راجعون. اللهم اجرني في مصيبتي واخلف لي خيرا منها. سبحان الله الحمد لله لا إله إلا الله الله أكبر ولا حول ولا قوة إلا بالله. اللهم اغفر لي وارحمني واجبرني وارفعني وارزقني وادني وعافني آمين يا رب العالمين. اللهم إنا نسألك جنات الفردوس الأعلى. اللهم إنا نسألك جنات الفردوس الأعلى. اللهم إنا نسألك جنات الفردوس الأعلى. ربي إني لما أنزلت من خير فقير. ربنا آتنا من لدنك رحمة وهب لنا من أمرنا رشدا. رب اشرح لي صدري ويسر لي أمري آمين يا رب العالمين. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا آمين يا رب العالمين. യാ റഹ്മാൻ റഹീം അല്ലാഹു യാ ദൽ ജലാലി ഇക്റാമായ അല്ലാഹു ഖയ്യൂമായ അല്ലാഹു അഹദ് സമദമായ അല്ലാഹു ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും അല്ലാഹു ഈ മജ്ലിസിന്റെ മുൻനിർത്തി അല്ലാഹു ചോദിക്കുന്നു. അല്ലാഹുവേ നീ പൂർത്തീകരിച്ചു തരണമേ. അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും അല്ലാഹുവേ പരിപൂർണമായും അല്ലാഹുവേ നീ ഹാസിലാക്കി തരണമേ. അല്ലാഹുവേ ലോകത്തും പരലോകത്തും വിജയം വരിച്ച നിന്റെ തുമരാടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ റമദാൻ മാസത്തിൽ അല്ലാഹു വിജയം വരിച്ചവരുടെ കൂട്ടത്തിൽ ഞങ്ങൾക്ക് നീ അനുഗ്രഹം ചൊരിയണമേ. റഹ്മാനായ അല്ലാഹുവേ ഫത്താഹ് വഹാബായ റസാഖായ അല്ലാഹുവേ റാസിഖായ അല്ലാഹുവേ ഞങ്ങളുടെ റിസ്കിനെ അല്ലാഹുവേ നീ വീതിയാക്കി തരണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളെ പൂർത്തീകരിച്ചു തരണമേ. അല്ലാഹുവേ നിന്റെ മുന്നിൽ അല്ലാതെ മറ്റാരുടെ മുമ്പിൽ കൈ നീട്ടാത്ത വിധം അല്ലാഹുവേ ഞങ്ങളുടെ ജീവിതമാർഗങ്ങൾ അല്ലാഹുവേ നീ തുറന്നു തരികയും അതിന് വിശാലമാക്കി തരികയും അത് നിനക്ക് തൃപ്തിപ്പെട്ട രീതിയിൽ വിനിയോഗിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. യാ റഹ്മാൻ റഹീം അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാ കടങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അല്ലാഹുവേ നീ നീക്കി തരണമേ. അല്ലാഹുവേ മക്കളില്ലാത്തവർക്ക് സാലിഹീങ്ങളായ സന്തതി പരമ്പരകളെ നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ ഭവനങ്ങളില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് ഉത്തമമായ മാന്യമായ ഭവനങ്ങളെ നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ റഹ്മാൻ റഹീം അല്ലാഹുവേ ജീവിതമാർഗങ്ങളിൽ അല്ലാഹുവേ പ്രയാസപ്പെടുന്നവർക്ക് അല്ലാഹുവേ അവരുടെ കടങ്ങൾക്ക് അല്ലാഹുവേ നീ ഒരു വിടുതൽ നൽകി അനുഗ്രഹിക്കണമേ. യാ റഹ്മാൻ റഹീം അല്ലാഹുവേ ശാരീരികമായി പ്രയാസം അനുഭവിക്കുന്നവരുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നീക്കി കൊടുക്കണമേ. ആയുസ്സുള്ളിടത്തോളം കാലം അല്ലാഹുവേ ആരോഗ്യത്തോടു കൂടി ജീവിക്കാനുള്ള തൗഫീക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കണ്ണുകൾക്കും കാതുകൾക്കും അല്ലാഹുവേ ഞങ്ങളുടെ ശാരീരികമായുള്ള അല്ലാഹുവേ എല്ലാ അവസ്ഥകൾക്കും അല്ലാഹുവേ ഉന്നതമായ സ്ഥാനം നൽകുകയും അല്ലാഹുവേ അത് ഞങ്ങളിൽ നിന്നുള്ള അനന്തരാവകാശിയാക്കി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. യാ റഹ്മാൻ റഹീം അല്ലാഹുവേ അദൽ ജലാൽ ഇക്റാം അല്ലാഹുവേ ഞങ്ങളുടെ മക്കളിലെ അല്ലാഹുവേ ഞങ്ങൾക്ക് കൺകുളിർമയും സന്തോഷം സുഖവും സമാധാനം സംതൃപ്തി നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ഇണകളിലൂടെ അല്ലാഹുവേ ഞങ്ങളുടെ ജീവിതത്തെ സന്തോഷപൂർവ്വമാക്കി തന്ന് അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ മവദ്ദത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ റഹ്മാൻ റഹീം അല്ലാഹുവേ ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യം നൽകി അനുഗ്രഹിക്കുകയും അത് നിനക്ക് തൃപ്തിപ്പെട്ട രീതിയിൽ വിനിയോഗിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് അല്ലാഹുവേ നീ മാപ്പ് നൽകണമേ. അവരുടെ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ദോഷങ്ങളും
തെറ്റുകുറ്റങ്ങൾ നീ പുറത്ത് മാപ്പാക്കി കൊടുക്കണമേ. അവർക്ക് അള്ളാഹു നാളെ സ്വർഗത്തിൽ അള്ളാഹു ഉന്നതമായ ദർജ നൽകി അനുഗ്രഹിക്കണമേ. അള്ളാഹു ഞങ്ങളെ അവർക്ക് അള്ളാഹു ജാരിയായ സദക്കയാക്കി അനുഗ്രഹിക്കണമേ. യാ റഹ്മറാഹിമീൻ അള്ളാഹു യാദൽ ജലാൽ ക്രാമായ അള്ളാഹു അഹദ് സമതമായ അള്ളാഹു ഇഹ്ലോകത്തും പരലോകത്തും വിജയം വരിച്ച നിന്റെ ഉത്തമരാടുമകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. യാ റഹ്മറാഹിമീൻ അള്ളാഹു ഞങ്ങളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ എല്ലാ ഹലാലായ മുറാദുകളും പൂർത്തീകരിച്ചു കൊടുക്കണമേ. യാ റഹ്മറാഹിമീൻ അള്ളാഹുയെ ഇനി അള്ളാഹുയെ ജീവിതത്തില് കുടുംബ ബന്ധങ്ങളിൽ തകർച്ച നേരിടുന്ന പ്രയാസം അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും നീ നീക്കി കൊടുക്കണമേ. ഹൈറായ ഒരു തീരുമാനം എടുക്കാനും അള്ളാഹു അതിലൂടെ മുന്നോട്ട് പോകാനും ഉത്തമരായ ഇണകളോടൊപ്പം സന്തോഷത്തിൽ സമാധാന സംതൃപ്തിയിൽ ജീവിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. ഇണകളില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് സ്വാലിഹീങ്ങളായ ഇണകളെ നൽകി അനുഗ്രഹിക്കണമേ. അവരുടെ വിവാഹങ്ങളിൽ അള്ളാഹു സന്തോഷം സുഖവും സമാധാനം സംതൃപ്തി നൽകി അനുഗ്രഹിക്കണമേ. യാ റഹ്മറാഹിമീൻ അല്ലാഹു അദൽ ജലാൽ ക്രാമ അല്ലാഹു ഞങ്ങളിൽ നിന്ന് മടങ്ങിയവർക്ക് അല്ലാഹു നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങൾ അയൽവാസികൾക്കും അല്ലാഹുയെ ഞങ്ങളെ കുടുംബങ്ങൾ ഞങ്ങളെ ബന്ധുമിത്രാദികൾക്കും അല്ലാഹു ആയുസ്സും ആരോഗ്യം നൽകിയും സന്തോഷം സുഖവും സമാധാനം സംതൃപ്തി നിറഞ്ഞ ജീവിതം നൽകി അനുഗ്രഹിക്കണമേ. അവരുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നീക്കി കൊടുക്കണമേ. ഞങ്ങളെ സഹോദരങ്ങൾക്ക് അല്ലാഹുയെ സന്തോഷ സുഖവും സമാധാനം സംതൃപ്തി നിറഞ്ഞ ജീവിതം നൽകണമേ. അവരുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നീക്കി കൊടുക്കണമേ. അവരുടെ എല്ലാ ആവശ്യങ്ങളും അല്ലാഹുയെ നീ പൂർത്തീകരിച്ചു കൊടുക്കണമേ. യാ റഹ്മറാഹിമീൻ അല്ലാഹുയെ ഞങ്ങളുടെ കച്ചവടങ്ങളിൽ അല്ലാഹുയെ നീ റഹ്മത്തും ബർക്കത്തും ഐശ്വര്യം നൽകി അനുഗ്രഹിക്കണമേ. വരും തലമുറകൾക്ക് അല്ലാഹുയെ ഉത്തമമായ അല്ലാഹുയെ ഞങ്ങളിൽ നിന്നുള്ള ജാരിയ സദക്കയാക്കി അല്ലാഹുയെ ദുനിയാവിൽ നിന്ന് നിലനിർത്തി കൊടുക്കണമേ. യാ റഹ്മറാഹിമീൻ അല്ലാഹു ഈ കൂട്ടായ്മ അല്ലാഹു ഉന്നതമായ ദർജയിലെത്തിക്കുക അല്ലാഹുയെ നാളെ സ്വർഗത്തിൽ ജന്നാത്തിൽ ഫിർദൗസിൽ അലയിൽ അല്ലാഹുയെ ഞങ്ങളെ കൂട്ടായ്മയെ നീ ഒരുമിച്ച് ചേർക്കുകയും ചെയ്യണമേ. അല്ലാഹുയെ ഞങ്ങളെ നീയത്ത് അല്ലാഹുയെ തെറ്റിപ്പോകാത്ത അല്ലാഹുയെ നിനക്ക് തൃപ്തിപ്പെട്ട രീതിയിലാക്കി അല്ലാഹു എപ്പോഴും ഉന്നതമായ ദർജയിലാക്കി അല്ലാഹു അനുഗ്രഹിക്കണമേ. അല്ലാഹു ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകൾ അല്ലാഹുയെ നിനക്കറിയാം. ഹൃദയങ്ങളിലുള്ളത് അറിയുന്നവനായ അല്ലാഹുയെ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഉന്നതമായ രീതിയിൽ പൂർത്തീകരിച്ച് തരണമേ. അല്ലാഹുയെ ഈ അവസാനത്തെ 10 അല്ലാഹുയെ ലൈലത്തുൽ ഖദറിന്റെ രാവിലാണ് അല്ലാഹുയെ നീ പൂർണ്ണമായും സ്വീകരിക്കുകയും അല്ലാഹുയെ ലൈലത്തുൽ ഖദർ ലഭിച്ചവരുടെ കൂട്ടത്തില് അല്ലാഹുയെ ഞങ്ങൾക്ക് നീ പൂർണ്ണമായും അല്ലാഹുയെ ജീവിതത്തില് മഹാഭാഗ്യം ലഭിച്ച നിന്റെ ഉത്തമരായ അടിമകളാകാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞങ്ങളെ സന്തതി പരമ്പരകളോടും കരുണ കാണിക്കണമേ. അവരെ അല്ലാഹുയെ നീ ഖുർആന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. സത്യവിശ്വാസികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. വരും തലമുറകൾക്ക് അല്ലാഹുയെ ദീൻ എത്തിച്ചു കൊടുക്കുന്ന നിന്റെ ഉത്തമരായ അടിമകളാകാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. യാ റഹ്മറാഹിമീൻ അല്ലാഹുയെ ഞങ്ങളെ തെറ്റുകുറ്റങ്ങൾ നീ പുറത്തു മാപ്പ് തരികയും ഞങ്ങളുടെ ഹൃദയത്തിന്റെ അല്ലാഹുയെ എല്ലാ തിന്മകളിൽ നിന്നും അല്ലാഹു അഹങ്കാരത്തിൽ നിന്ന് അഹംഭാവത്തിൽ നിന്ന് അല്ലാഹു നിന്നിലേക്ക് ഞങ്ങളെ തേടുന്നു ഞങ്ങളെ വിനയമുള്ളവരാക്കുകയും അല്ലാഹുയെ സൽസ്വഭാവികളാക്കുകയും ചെയ്യണമേ. അല്ലാഹുയെ വെറുപ്പ് അസൂയ അല്ലാഹുയെ പരദൂഷണം എന്നീ ദുസ്വഭാവങ്ങളിൽ നിന്ന് അല്ലാഹുയെ നിന്നിലേക്ക് ഞങ്ങൾ അഭയം തേടുന്നു. ഞങ്ങളുടെ ഹൃദയത്തെ നീ മാലിന്യമുക്തമാക്കുകയും അല്ലാഹുയെ ശുദ്ധിയാക്കുകയും അല്ലാഹുയെ ഏറ്റവും ഉന്നതമായ സ്റ്റേറ്റിലാക്കി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. വിനയമുള്ള ഉത്തമരായ നിന്റെ അടിമകളാകാൻ അല്ലാഹുയെ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. യാ റഹ്മറാഹിമീൻ അല്ലാഹുയെ അദൽ ജലാൽ ഇക്റാം അല്ലാഹു ഞങ്ങളെ നമസ്കാരം ഞങ്ങളെ ഇബാദത്തുകളും അല്ലാഹുയെ പരിപൂർണമായി നീ തൃപ്തിപ്പെട്ട് സ്വീകരിക്കണമേ. അല്ലാഹുയെ നീ ഞങ്ങളിൽ നിന്ന് എന്ത് ഇബാദത്താണോ അല്ലാഹു ഏറ്റവും ഉത്തമമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് തൃപ്തിപ്പെട്ടിട്ടുള്ളത് ആ ഇബാദത്തിലായിക്കൊണ്ട് നിന്നിലേക്ക് മടങ്ങാൻ അല്ലാഹു ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുയെ മലക്കുകൾ ആമീൻ പറയുന്ന സദസ്സുകളാക്കി ഞങ്ങളുടെ സദസ്സുകളെ നീ അനുഗ്രഹിക്കുകയും അല്ലാഹുയെ നീ മലക്കുകളുടെ അല്ലാഹുയെ ദുആകളിൽ അല്ലാഹു ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. സ്വർഗത്തിൽ ജന്നാത്തിൽ ഫിർദൗസിൽ അഅല അല്ലാഹുയെ നിന്നെ കൺകുളിർക്ക് കണ്ടുമുട്ടാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളെ അവസാന ദിവസം അല്ലാഹുയെ അവസാനം അല്ലാഹു മലക്കുകൾ സലാം പറഞ്ഞു വിളിക്കുന്ന നിന്റെ ഉത്തമരായ അടിമകളാകാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അല്ലാഹുയെ അവരുടെ ഉത്തമരായ അവരുടെ ഉത്തമരായ കുടുംബങ്ങളോടൊപ്പം അല്ലാഹു ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. നാളെ പരലോകത്ത് വിചാരണ കൂടാതെ സ്വർഗപ്രവേശനം ലഭിച്ചവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. അല്ലാഹു നിന്റെ ഭവനത്തിൽ വന്ന് അല്ലാഹുയെ സുജൂദ് ചെയ്യാൻ ഇനിയും അല്ലാഹുയെ ഹജ്ജും ഉംറയും ചെയ്യാൻ അല്ലാഹുയെ മഖ്ബൂലും മബ്രൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാൻ അല്ലാഹുയെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്കും നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് അല്ലാഹുയെ
അവരുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നീക്കി കൊടുക്കണമേ. അവരെയും ഉന്നതമായ ദർജയിൽ എത്തിച്ച് അനുഗ്രഹിക്കണമേ. അവർക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ അല്ലാഹുവേ നീ തൃപ്തിപ്പെട്ട് സ്വീകരിക്കണമേ. അല്ലാഹുവേ അതിന് അല്ലാഹുവേ ഉന്നതമായ സ്ഥാനത്തെത്തി അനുഗ്രഹിക്കണമേ. യാ റഹ്മാൻ റഹീമീൻ അല്ലാഹുവേ ഞങ്ങളുടെ ഇണകളിൽ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്കിടയിൽ അല്ലാഹുവേ മവദ്ദത്തും റഹ്മത്തും നീ വർദ്ധിപ്പിച്ചു തരണമേ. റഹ്മാനായ അല്ലാഹുവേ കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ എല്ലാ പാപങ്ങളും ദോഷങ്ങളും അല്ലാഹുവേ വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ. റഹ്മാൻ റഹീമീൻ അല്ലാഹുവേ ഞങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ സത്യവിശ്വാസികളും ചോദിച്ച എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്കും നീ വീതിച്ചു തരണമേ. അവരഭയം തേടി എല്ലാ പ്രയാസത്തിൽ നിന്നും അല്ലാഹുവേ ഞങ്ങൾക്കും നീ സംരക്ഷണം നൽകണമേ. സത്യവിശ്വാസികൾ ഇന്ന് മുസ്ലിം ഉമ്മത്ത് അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ അല്ലാഹുവേ നീ അവർക്ക് ധൈര്യം നൽകി അനുഗ്രഹിക്കണമേ. ശത്രുക്കളിലേക്ക് തന്നെ നീ മടക്കുകയും അല്ലാഹുവേ അവരെ നീ വിറപ്പിക്കുകയും ചെയ്യണമേ. യാ റഹ്മാൻ റഹീമീൻ അല്ലാഹു മുസ്ലിം ഉമ്മത്തിന് അല്ലാഹു ഇസ്സത്ത് നീ തിരിച്ചു കൊടുക്കണമേ. അവരുത്തമരായ നിന്റെ അടിമകളാകാനും അല്ലാഹുവേ നാളെ പരലോകത്തും അല്ലാഹുവേ വിജയം വരിച്ചവരാകാനും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ ബാറക ഫീ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه. الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. وعليكم السلام.